രാത്രിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. We have come evening also to listen from the word of God. ആമേൻ. ദൈവത്തിന്റെ ദാസനെ ഇന്ന് പകൽ ദൈവം ശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിച്ചു. God has used his servant powerfully this morning. വളരെ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പാസ്റ്റർ ജോർസൺ. Pastor Johnson has gone very well in the northeastern region of India. Praise the Lord. അദ്ദേഹം അവിടെ എല്ലാ സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. He has visited all those areas. അദ്ദേഹം എന്നോട് പറഞ്ഞ സാക്ഷ്യം അവരിൽ നിന്നൊക്കെ വളരെ പവർഫുൾ മാനാണ്. ആമേൻ. സിസ്റ്റർ ആൻഡ് പാസ്റ്റർ രൂപൻ ഷില്ല പറഞ്ഞു. And he said that he has experienced the church there, he has visited the church there. He is a powerful man of God, used by God very powerfully. Sister also. Sister also. Hallelujah. Amen. Praise the Lord. Amen. Hallelujah. 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 നോർത്ത് ഈസ്റ്റ് മാത്രമല്ല, ഇന്ത്യ മുഴുവനും ദൈവാത്മാവിന്റെ സുവിശേഷത്തിന്റെ അഗ്നി കത്തിക്കുവാൻ ദൈവ കുടുംബത്തെ ഉപയോഗിക്കട്ടെ. And this God is using this family not only in the northeastern region of India but all through the world, and also all the states of India powerfully with the fire of God. Amen. Amen. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, as we sit in the presence of God with a prayerful attitude, ആദ്യത്തെ ചില മിനിറ്റുകൾ സിസ്റ്റർ നമ്മളോട് ദൈവവചനം സംസാരിക്കും. first few minutes the sister will speak from the word of the Lord. അതിനുശേഷം കർത്താവിന്റെ ദാസൻ ദൈവവചനം സംസാരിക്കും. Then later on pastor will be preaching from the word of God. Praise the Lord. Hallelujah. Sister, welcome. Please come. Praise the Lord. The apostle. I would like to share about our ministry, ഞങ്ങളുടെ ശുശ്രൂഷകളെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. so that all of you will pray for us. ഞാൻ പരിചയപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആയിട്ടാണ്. So I came from the Christian family. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. And I met my husband in the year 1994. We got married. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ 1994 കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിക്കാനിടയായി. And we are blessed with 3 children. ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. 1 boy and 2 girls. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. And we are living in Shillong, the capital of Meghalaya. മേഘാലയയുടെ ക്യാപിറ്റലായ ഷില്ലോങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. Maybe some of you don't know about our state. ഞങ്ങളുടെ സ്റ്റേറ്റിനെ പറ്റി നിങ്ങളുടെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. It's a small state. ഇത് ചെറിയ ഒരു സ്റ്റേറ്റ് ആണ്. Among the 7 sisters in northeast. നോർത്ത് ഈസ്റ്റിലുള്ള 7 സിസ്റ്റേഴ്സ് എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്. അതിലൊരു ചെറിയ സ്റ്റേറ്റ് ആണ്. The northeast region, they are known as 7 sisters and 7 states. നോർത്ത് ഈസ്റ്റിലുള്ള ചെറിയ സ്റ്റേറ്റുകളെ ചേർത്ത് 7 സഹോദരിമാർ എന്നാണ് അറിയപ്പെടുന്നത്. And Meghalaya is one of the 7 sisters states. 7 സഹോദരിമാരിൽ ഒരു സഹോദരിയാണ് ഈ മേഘാലയ. The area is very small. അവിടെ ഞങ്ങൾക്ക് വലിയ വിശാലമായ ഭൂപ്രദേശങ്ങളൊന്നുമില്ല. 22.4 square kilometers in area. ആകെ 32.4 സ്ക്വയർ കിലോമീറ്റർ ആണ് ഞങ്ങളുടെ സ്റ്റേറ്റിന്റെ ആകെ തുക. And Shillong is the capital of Meghalaya. മേഘാലയയുടെ ക്യാപിറ്റൽ ആണ് ഷില്ലോങ്. And the population is about 5 lakhs. അവിടെ ആകെ 5 ലക്ഷം ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. So in Shillong we have different religion. അവിടെ പല മതവിഭാഗങ്ങളുണ്ട്. Christians, Muslims, Buddhists, Hindus. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ബുദ്ധന്മാരുണ്ട്, ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ മതസ്ഥരായ ആൾക്കാർ അവിടെ താമസിക്കുന്നു. And tribal religion. അവിടെ കൂടുതലും ഗോത്രവർഗ്ഗക്കാരാണ് താമസിക്കുന്നത്. We belong to the tribal group. ഞങ്ങൾ ഒരു ഗോത്രവർഗ്ഗത്തിൽപ്പെട്ടവരാണ്. So we established the church there
in our state in Meghalaya. ഞങ്ങൾ മേഘാലയത്തിലുള്ള ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ സഭ സ്ഥാപിക്കാനിടയായി തീർന്നു. And my husband is the founder of the church. ആ സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. So the church was established in 1986. 1986 നമ്മുടെ സഭ തുടങ്ങുവാനിടയായത്. The name of the church is New Testament Restoration Church. ആ ചർച്ചിന്റെ പേര് ന്യൂ ടെസ്റ്റമെന്റ് റെസ്റ്റോറേഷൻ ചർച്ച് എന്നാണ് അതിന്റെ പേര്. It is one of the Pentecostal church. ഞങ്ങളുടെ ചർച്ച് ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചാണ്. Charismatic church. ആത്മാനിറവോടുകൂടി ആരാധിക്കുന്നവരുടെ ചർച്ചാണ്. We believe in the word of God. ഞങ്ങൾ വേദപുസ്തകത്തിലെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു. And filled with the Holy Spirit. അത് മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലും വിശ്വസിക്കുന്നു. So our church, it is a mission-oriented church. ഞങ്ങളുടെ സഭ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിക്കുന്നതിന് താല്പര്യപ്പെടുന്ന ഒരു സഭയാണ്. So we do not focus only in Meghalaya or in Shillong. മേഘാലയയും ഷില്ലോങ്ങും മാത്രമല്ല ഞങ്ങളുടെ ദൃഷ്ടിയിലുള്ളത്. Because God has given the vision in our church. ഞങ്ങൾക്കും ഞങ്ങളുടെ ചർച്ചിനും ദൈവം നൽകി തന്ന ഒരു ദർശനമാണ്. Especially to my husband. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന്. And the motto of the church is. ഞങ്ങളുടെ ചർച്ചിന്റെ താല്പര്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറഞ്ഞാൽ Go, preach and teach the word of God to all nations. നിങ്ങൾ പോയി ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. So that is the motto of the church. അതാണ് ഞങ്ങളുടെ സഭയുടെ ലക്ഷ്യം. To preach the word of God. ദൈവവചനം പ്രസംഗിക്കുക, teach and make disciples among അവരെ all പഠിപ്പിച്ച് nations. ദൈവത്തിന്റെ ശിഷ്യന്മാരാക്കുക എന്നുള്ളത്. So we started in different states of India. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ When the തുടങ്ങി. Lord opens the door, എവിടെയൊക്കെ ദൈവം വാതിലുകളെ തുറക്കുന്നു അവിടെ കടന്നു we started the mission field. ഞങ്ങൾ അവിടെയൊക്കെ പോയി മിഷണറി പ്രവർത്തനങ്ങൾ തുടങ്ങും. So God has blessed the church in opening the doors. ദൈവം വാതിലുകളെ തുറന്ന സഭയുടെ പ്രവർത്തനങ്ങളെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. To different parts of India. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി കടന്നുപോയി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. In the central part. ഈ അതിന്റെ മധ്യഭാഗത്തായിട്ട്. In northeast India. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള in the northwest. അതുപോലെ തന്നെ വടക്ക് കിഴക്കുള്ള പ്രദേശങ്ങളിൽ. All in the neighboring countries. അത് മാത്രമല്ല അതിനോട് ചേർന്ന് കിടക്കുന്ന പല രാജ്യങ്ങളിലും ഞങ്ങളുടെ സുവിശേഷ And my husband, he is doing in the mission. എൻ്റെ ഭർത്താവ് മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യും. Traveling from all over the states of India. ഈ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും കടന്നുപോയി പ്രവർത്തിക്കാറുണ്ട്. Neighboring countries. അത് മാത്രമല്ല പല രാജ്യങ്ങളിലും കടന്നു And പോകാറുണ്ട്. even in the western countries. അത് മാത്രമല്ല കിഴക്ക് ദേശത്തുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലും So കടന്നു that is പോകാറുണ്ട്. by the grace of God and the call of God upon his life. അതേ ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അദ്ദേഹത്തെ And upon വിളിച്ചതിനാലും ministry. അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിനാലും ദൈവവേലയ്ക്ക് വേണ്ടി. We are so happy with the call of God. ദൈവം ഞങ്ങളെ വിളിച്ചതിൽ ഞങ്ങൾ So സന്തോഷിക്കുന്നു. whenever the God open the door. എവിടെയൊക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നുവോ, wherever the opportunity opens us, എവിടെയൊക്കെ സാഹചര്യങ്ങൾ ഞങ്ങൾക്കായി തുറക്കുന്നുവോ, we are willing to serve the Lord. അവിടെയൊക്കെ കടന്നുപോയി ദൈവവേല ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Extend the kingdom of God. അവിടെയൊക്കെ കടന്നുപോയി ദൈവത്തിന്റെ രാജ്യത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Establish the kingdom of God. അവിടെയൊക്കെ ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So in the mission field, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ we പ്രവർത്തനങ്ങളിൽ have churches in the mission field like in Manipur. ഞങ്ങൾക്ക് മണിപ്പൂരിൽ സഭകളുണ്ട്. That is very as you have seen in the news in the previous years. അടുത്ത കാലത്തൊക്കെ ന്യൂസിലും മറ്റും വളരെയധികം മണിപ്പൂരിനെ പറ്റി Many കേട്ടിട്ടുണ്ട്. churches were burned down. അവിടുത്തെ പല സഭകളും പല ചർച്ചുകളും കത്തിച്ചു Even കളഞ്ഞിട്ടുണ്ട്. our church there in Manipur also. ഞങ്ങളുടെ മണിപ്പൂരിലുള്ള ചർച്ച് പോലും കത്തിക്കപ്പെടുവാനിടയായി. But because of the conflict, the tribal and the non-tribal people. അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരും മറ്റുള്ളവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുവാനിടയായി. For a few years, the believers in Manipur could not come together as we are now today. നാം കൂടി വരുന്നത് പോലെ ചില വർഷങ്ങളായി മണിപ്പൂരിലുള്ള ദൈവജനത്തിന് കടന്നു വന്ന് കൂടി വന്ന ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ They serve the Lord in their own houses. അവരിൽ പലരും അവരവരുടെ ഭവനങ്ങളിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. But thank God, just this year, ദൈവകൃപയാൽ ഈ കൊല്ലം
God has opened a new way. ദൈവം ഒരു പുതുവഴിയെ They are able to again come together വീണ്ടും അവരൊക്കെ കൂടി വരുവാൻ തുടങ്ങി. to serve the Lord and to worship the Lord ദൈവത്തെ together. ആരാധിപ്പാനും അനുസരിപ്പാനുമായി അവർ കടന്നു. Hallelujah. ഹല്ലേലൂയ. So because the church building was burned down, ആ ചർച്ച് ബിൽഡിങ്ങുകളൊക്കെ കത്തിച്ചു കളഞ്ഞതിനാൽ and this year we started to renovate ആ കത്തിച്ചു കളഞ്ഞ ചർച്ചുകളൊക്കെ വീണ്ടും so that the പണിയുവാൻ ഞങ്ങൾ people ആഗ്രഹിക്കുന്നു. could come together and എല്ലാവരും worship the കടന്നു വന്ന് Lord. ദൈവത്തെ ആരാധിക്കുവാനായി. Praise God for Praise the that. Lord. We also have the mission field in Chhattisgarh. ഛത്തീസ്ഗഡിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. Pastor Peter was working among the people in Chhattisgarh. ഛത്തീസ്ഗഡിലും അവിടെ ഞങ്ങളുടെ That also പ്രവർത്തനങ്ങൾ it is a very hard place അവിടെ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു because the സാഹചര്യമാണ്. anti-conversion law is taking place in that അവിടെ area. മനുഷ്യരെ കൺവെർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം If you preach and നിലനിൽക്കുന്ന baptize രാജ്യമാണ്. the people, അതുകൊണ്ട് ആരോടും സുവിശേഷം പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. please will come and catch them. അവരെ കടന്നു വരുവാന് So അവരെ it is അവരെ very, സുവിശേഷം very പറഞ്ഞ് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. It is a very hard area. അവിടെ വളരെയധികം പ്രതികൂലങ്ങൾ നിറഞ്ഞ But ഒരു സ്ഥലമാണ്. still the work of the Lord is growing. എങ്കിലും അവിടെ ദൈവത്തിന്റെ Hallelujah. വളർന്നുകൊണ്ടേയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So pastors, they are full with the Spirit of the Lord. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട പാസ്റ്റേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നു. They don't want to give up. അവർക്ക് ഈ പ്രവർത്തനങ്ങളെ വിട്ടുകളയുവാൻ In താല്പര്യമില്ല. spite of persecution and tribulation that they were facing, പ്രതികൂലങ്ങൾക്ക് മധ്യേ അവരുടെ പീഡനങ്ങൾക്ക് മധ്യേ അവർ വിശ്വസ്തയോടെ നിൽക്കുന്നു. still keep going on to serve the Lord. അവര് ദൈവത്തെ അനുസരിപ്പാനും ദൈവവേലയിലും And വ്യാപൃതരായിരിക്കുന്നു. the Lord is doing great miracles in Chhattisgarh. ഛത്തീസ്ഗഡിൽ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. I would like to share this to you so that you will pray. ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളത് കൊണ്ടാണ്. And in Uttar Pradesh also, Uttar Pradesh, ആന്ധ്രാപ്രദേശിലും ഞങ്ങൾക്ക് പ്രവർത്തനം. we have the mission field in different hard areas ഉത്തർപ്രദേശിലും ഞങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങളുണ്ട്. where the people could gather only few group, അവിടെ എല്ലാവർക്കും കൂടി വരുവാൻ കഴിയുന്നില്ല. Worship ചെറിയ ചെറിയ together. ഗ്രൂപ്പുകളായി കടന്നു വന്ന് പ്രവർത്തിക്കുന്നു. worship together ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വരുന്നു. and serve the Lord together. ദൈവത്തെ അനുസരിപ്പാനും ആരാധിപ്പാനുമായി Only in കടന്നു some houses. ചില വീടുകളിലാണ് ഇങ്ങനെ So കുടിവരകളുള്ളത്. kindly pray for them. അതുകൊണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. Hallelujah. Praise the Lord. So there is always one place in Rajasthan, രാജസ്ഥാനിലും ഞങ്ങളുടെ ഒരു പ്രവർത്തനമുണ്ട്. in Jaipur. ജയ്പൂരിൽ We have started the mission field there. ഞങ്ങൾ അവിടെയും ഒരു പ്രവർത്തനങ്ങളെ തുടങ്ങുവാനിടയായിരുന്നു. Pastor Ganesh is looking after this church. Ganesh. ഗ്യാനീഷ് എന്ന് പറയുന്ന ദൈവദാസനാണ് അവിടെ ആ സഭയെ നോക്കി നടത്തുന്നത്. So he is doing faithfully in the ministry in the church. അവിടെ ഭയത്തോടും താൻ അവിടെ ആയിരിക്കുന്നു എങ്കിലും ദൈവവേല ചെയ്യുന്നു. But during last few months, കഴിഞ്ഞ ചില മാസങ്ങളായി we heard that he was sending the message. അവിടെ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ന്യൂസ് ഇതാണ്. So they cannot open the church. Yeah, they cannot come together like we are here അവിടെ today. നിന്ന് ലഭിക്കുന്ന സന്ദേശം ഇതാണ്. അവിടെ ഇതുപോലെ നാം കൂടി If they come together, ഇങ്ങനെ കടന്നു വന്നാൽ police will come after them. ഈ പോലീസ് അവരുടെ പുറകെ വന്ന് അവരെ അറസ്റ്റ് So ചെയ്യുവാൻ many persecution over there in Jaipur. ജയ്പൂരിലും വളരെയധികം So പീഡനങ്ങൾ what they are doing now, അതുകൊണ്ട് they ഇപ്പോഴും are എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? doing service only through online. ഓൺലൈൻ സർവീസ് ആണ് അവർ അവിടെ കടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. So that is the anti-conversion law is very strong in that area. രാജസ്ഥാനിലും ആന്റി കൺവേർഷൻ ലോ വളരെ ശക്തമായി നിലകൊള്ളുന്നു. Please remember the Christian over there in your prayers. ആ ദേശത്തുള്ള ക്രിസ്ത്യാനികളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞാൻ അപേക്ഷിക്കുന്നു. So that is the vision in our church. ഞങ്ങളുടെ ചർച്ചിന് ദൈവം നൽകി തന്നിരിക്കുന്ന ദർശനം ഇതാണ്. To go and preach the gospel. കടന്നുപോയി ദൈവവചനം So പ്രസംഗിപ്പാൻ. whenever the chance is open, എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടായാൽ we start to establish the അവിടെ ഞങ്ങൾ church. ഒരു മിഷൻ ഫീൽഡ് തുടങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So till now, our church from Shillong,
ഷില്ലോങ്ങിലുള്ള ഞങ്ങളുടെ മാതൃസഭയിൽ നിന്നും we support many missionaries. മിഷണറികളെ പല ദേശത്തിന്റെ നാനാഭാഗത്തുള്ള മിഷണറികളെ ഞങ്ങൾ സഹായിക്കുന്നു. In central India and North India, വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും it's very difficult for the pastors വളരെ ബുദ്ധിമുട്ടാണ് പാസ്റ്റർമാർക്ക് പ്രവർത്തിപ്പാൻ because of the persecution. ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉള്ളതുകൊണ്ട്. So they do the ministry secretly. അവരെ പലരും വളരെ രഹസ്യമായിട്ടാണ് ദൈവവേല ചെയ്യുന്നത്. And it's very hard for them also to live because of the persecution. ഇങ്ങനെയുള്ള പീഡനങ്ങളുടെ മധ്യേ നിലനിൽക്കുക ജീവിക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. So from our church, അതുകൊണ്ട് from Shalom, that is a mother church, ഞങ്ങളുടെ മാതൃസഭയിൽ നിന്നും we ഷില്ലോങ്ങിലുള്ള try മാതൃസഭയിൽ നിന്നും ways and means how to support the ഞങ്ങൾ missionaries. അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. Because our church is a mission-oriented church. ഞങ്ങളുടെ സഭ എന്ന് പറയുന്നത് ദൈവവേലയ്ക്ക് താല്പര്യമുള്ള ദൈവവേല ചെയ്യുന്നവരെ സഹായിക്കുന്ന ഒരു സഭയാണ്. I'm so grateful to Pastor Shaji Idukulia and his ministry. പാസ്റ്റർ ഷാജി ഇടുക്കുളയെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും ഓർത്ത് ഞാൻ He ദൈവത്തെ support for സ്തുതിക്കുന്നു. many years in our mission field. ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളെ അദ്ദേഹവും Every month സഹായിച്ചുകൊണ്ടേയിരിക്കും. he support എല്ലാ them in the മാസവും mission അദ്ദേഹം field. ഞങ്ങളുടെ മിഷൻ ഫീൽഡിനെ സഹായിക്കുന്നു. And Pastor Sabu, I think, Sabu John, yeah. പാസ്റ്റർ സാബു ജോണിനെ അദ്ദേഹം Both of സഹായിക്കുന്നു. them, they supporting us regularly. സാബു ജോൺ ഇദ്ദേഹവും ഞങ്ങളുടെ മിഷനെ സഹായിക്കുന്നുണ്ട്. And through their hands, we could reach to different parts of central India and in neighboring countries like Bangladesh, Myanmar, Bhutan, and Nepal. മധ്യ ഇന്ത്യയെയും നോർത്ത് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ഭൂട്ടാൻ മുതലായ രാജ്യങ്ങളെയും സുവിശേഷീകരിക്കുന്നതിന് അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. And there is one story. ഒരു ചെറിയ കഥ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. Pastor Shaji, he sent the money for Nepal. നേപ്പാളിലുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പാസ്റ്റർ ഷാജി And we ഞങ്ങൾക്ക് പണം started അയച്ചു. because in one of the remote area in East Nepal, ഈസ്റ്റേൺ നേപ്പാളിലുള്ള ഒരു ചെറിയ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് to build a small church ഒരു ചെറിയ ചർച്ച ഉണ്ടാക്കുവാനായി made ആഗ്രഹിച്ചു. bamboo and cane and tin roof. അവിടെ മുള കടകളും മറ്റും ഉപയോഗിച്ച് ചെറിയ ഒരു ചർച്ച ഉണ്ടാക്കുവാനാണ് താല്പര്യപ്പെട്ടത്. So we had the convention there in the first week of September. സെപ്റ്റംബർ മാസം ആദ്യത്തെ ആഴ്ച അവിടെ ഒരു കൺവെൻഷൻ നടത്തുവാനിടയായി. So when the convention was over, അവിടെ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം the story is like this. സംഭവം ഇങ്ങനെയാണ്. And what happened? The elephants came and destroyed the church. ചിലരെ കടന്നു വന്ന് ആ സഭയെ നശിപ്പിച്ചു കളയുന്നു. Elephant. ആനകൾ കടന്നു വന്ന് Elephant came and destroyed the church. ആ ചർച്ചയെ നശിപ്പിച്ചു കളയുവാനിടയായി. So now there's no more church building in that, but the people they gather from house to house to worship the Lord. ഇപ്പോൾ ഒരു സഭ ഹാളില്ലാത്ത അവസ്ഥയാണ്. So kindly pray for the mission field. അതുകൊണ്ട് നിങ്ങൾ ഈ മിഷൻ ഫീൽഡുകളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ Because the harvest is right now. ഇപ്പോൾ കൊയ്ത്ത് We വളരെ have to walk fast before the coming of the Lord Jesus Christ. വരുന്നതിന് മുന്നമേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം ചെയ്തെടുക്കുക. Hallelujah. Hallelujah. Before the coming of the Lord Jesus Christ. വരുന്നതിന് മുന്നമേ We want that every state in India should be touched by the gospel of the Lord Jesus Christ. എല്ലാ സ്റ്റേറ്റുകളെയും ദൈവം തൊടുവാൻ നാം പ്രാർത്ഥിക്കണം. അതിനായി And പ്രവർത്തിക്കണം. every neighboring countries. അത് മാത്രമല്ല ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യങ്ങളിലും Bangladesh, Sri Lanka, ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലുള്ള Myanmar, മ്യാൻമാർ, Bhutan, ഭൂട്ടാൻ, then China, ചൈന, and all these areas. എല്ലാ ഈ The രാജ്യങ്ങളിലും people, they live in the darkness. അവിടെയുള്ള ജനങ്ങളൊക്കെ അന്ധകാരത്തിൽ They do കഴിയുകയാണ്. not know the Lord Jesus അവർക്ക് Christ. കർത്താവിനെ അറിയാൻ It is only through us, you and I, ഞാനും നിങ്ങളിലും കൂടെയാണ് that we ദൈവം should പ്രവർത്തിക്കുന്നത്. do something for the gospel. അവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി So നമുക്ക് that ചിലതൊക്കെ all these ചെയ്യാം. people who were blinded with the idol worship, മിഥ്യാമൂർത്തികളുടെ പിറകെ ദൈവം പറഞ്ഞ് ആരാധിക്കുന്നവർക്ക് all വേണ്ടി the നമുക്ക് evil പ്രവർത്തിക്കാം. spirits that had bound them, അവരെ ബന്ധിച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ആത്മാവിനെതിരെ they പ്രവർത്തിക്കാം. will be free by the gospel. ദൈവത്തിന്റെ സുവിശേഷം Amen. മുഖാന്തരം അവരൊക്കെ Hallelujah. രക്ഷപ്പെട്ടു. Hallelujah. Hallelujah. So I request you to kindly pray
for the mission field, അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് so പ്രാർത്ഥിക്കാം. that many people will be touched by the gospel. അതുകൊണ്ട് അനേകരെ It ദൈവത്തിന്റെ is സുവിശേഷം only the നിമിത്തം name രക്ഷപ്പെടുവാൻ of Jesus that we should declare. നാം സംസാരിക്കുന്ന Hallelujah. ദൈവവചനം അവരെ കൊടുവാനായി നമുക്ക് The പ്രാർത്ഥിക്കാം. coming of the Lord is very, very soon. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. And we, as long as we are here, നാം ഇവിടെ ഈ ദേശത്തായിരിക്കുമ്പോൾ it's a high time for us ഇത് നല്ല സമയമാണ് to do ദൈവവചനത്തിന് വേണ്ടി something for the പ്രവർത്തിക്കാൻ. gospel, കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി to preach പ്രവർത്തിക്കാൻ. the word of God. ദൈവവചനം പ്രസംഗിപ്പാൻ. So in the month of March, ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ we're going to celebrate the 40th annual convention of our church. ഞങ്ങളുടെ ചർച്ചിന്റെ 40th ആനുവൽ കൺവെൻഷൻ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. From 19 to 22nd of March 2026. 19-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് So in this convention, ഈ കൺവെൻഷനിൽ so we have invited your pastor, Pastor Shaji Idukulia, പാസ്റ്റർ ഷാജി ഇടുക്കുളെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. and ma'am and his Mrs. I mean to say, അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും and his children to come over കുഞ്ഞുങ്ങളും ഒക്കെ ചേർന്ന് and do the ministry there. അവിടേക്ക് കടന്നു വന്ന ദൈവവചനം During പ്രസംഗിക്കാൻ. the convention, കൺവെൻഷൻ സമയത്ത് so people will come from Nepal, ആ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി നേപ്പാളിൽ നിന്നും ജനങ്ങൾ കടന്നു from വരാറുണ്ട്. Bangladesh, ബംഗ്ലാദേശിൽ from നിന്നും Central India, മധ്യ from ഇന്ത്യയിൽ North നിന്നും India, നോർത്ത് ഇന്ത്യയിൽ and നിന്നും from Meghalaya. മേഘാലയയിലുള്ള It will be ജനങ്ങൾ. it will be a big convention. ഇതൊരു വലിയ കൺവെൻഷൻ ആയിരിക്കും. So I do pray and believe that the Lord will do miracles during the convention. ഞാൻ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ആ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു And many കൺവെൻഷൻ people ആയിരിക്കും. will be blessed. ആ കൺവെൻഷൻ നിമിത്തം Hallelujah. അനുഗ്രഹിക്കപ്പെടുവാനിടയായിരിക്കും. During this convention, what we usually do, ഞങ്ങൾ ഈ കൺവെൻഷനിൽ എന്താണ് ചെയ്യുന്നതെന്ന് we അറിയാമോ? teach the word of God, because ദൈവവചനത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. we gather all the people from the mission field മിഷൻ ഫീൽഡിലുള്ള എല്ലാവരെയും കൂട്ടിവരുത്തി to listen the word of God, അവരോട് ദൈവവചനം പ്രസംഗിക്കുന്നു. and they will be blessed by the word of ആ God, ദൈവവചന നിമിത്തം അവരൊക്കെ and will അനുഗ്രഹിക്കപ്പെടുന്നു. be filled with the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടും. They will go back to their own place. അവരവരുടേതായ സ്ഥലങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ They will exercise the power of God. ദൈവത്തിന്റെ ശക്തി അവരുടെ മിഷൻ ഫീൽഡിൽ. So I believe that Pastor Shadi and his wife and his family, പാസ്റ്റർ ഷാജിയുടെയും കുടുംബത്തിന്റെയും God will anoint them powerfully. ദൈവം അവരെ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ There will be the ദേശത്ത് blessing in our states. അത് ഞങ്ങളുടെ ദേശത്തിന്റെ Hallelujah. അനുഗ്രഹമായി. So you pray for them, you send them. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി Amen. ഞങ്ങൾ Hallelujah. അയക്കുക. And I do invite you also, if you are willing to come, you can come. ഞങ്ങൾ നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വരുവാൻ We താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട്. will prepare the food and a dormitory for you. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. But അതോടൊപ്പം നിങ്ങളുടെ kindly ഫുഡ് ഞങ്ങൾ bear ഒരുക്കുന്നതായിരിക്കും. your own travel പക്ഷേ expenses. നിങ്ങൾ നിങ്ങളുടേതായ ട്രാവൽ So എക്സ്പെൻസ് all of you are most welcome to our place. നിങ്ങൾക്ക് വളരെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ Yes, ദേശത്തെ. Meghalaya is a beautiful place. അത് മേഘാലയ എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് It is മനോഹരമായ known ഒരു സ്ഥലമാണ്. as the abode of clouds. അത് Place of clouds. ഈ Abode of clouds. ഈ ദേശത്തെ Residence of അറിയപ്പെടുന്നത് cloud. മേഘങ്ങളുടെ ദേശം It എന്നാണ്. comes from the Sanskrit word. ഇത് സംസ്കൃത ഭാഷയിൽ Yeah, നിന്നാണ് വരുന്നത്. Meghalaya means cloud. മേഘ Laya means നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മേഘങ്ങളെ Abode or residence of cloud. അത് ഈ മേഘങ്ങൾ താമസിക്കുന്ന It's full of സ്ഥലം. clouds, especially in the rainy season. മഴക്കാലത്ത് എപ്പോഴും നമുക്ക് അടുത്തടുത്ത മേഘങ്ങളെ കാണുവാൻ കഴിയും. It is full of cloud and rain. അവിടെ അത് മഴ ഈ മേഘങ്ങൾ It is known മാത്രമല്ല as മഴയുമുള്ള ഒരു സ്ഥലമാണ്. the heaviest rainfall in the world. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് You can come and explore the beauty of Meghalaya. അവിടെ നിങ്ങൾ കടന്നു വന്ന് ആ ദേശത്തിന്റെ ഭംഗി And ആസ്വദിക്കാം. also you can experience the power of God. അത് മാത്രമല്ല ദൈവത്തിന്റെ അത്ഭുത ശക്തി Amen. അറിയുവാൻ കഴിയും. Hallelujah. Hallelujah. So with all these few words, ഈ ചെറിയ വാക്കുകളാൽ
God will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. One more thing, I brought the calendar to 2026. ഞാൻ 2026 കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. We have printed this calendar ഞങ്ങൾ കലണ്ടർ പ്രിന്റ് in ചെയ്തിരിക്കുകയാണ്. aid of mission field. ഈ മിഷൻ ഫീൽഡിൽ Because we have tried by any means how to support the mission field. മിഷൻ ഫീൽഡിനെ ഞങ്ങൾ എങ്ങനെയും സപ്പോർട്ട് So ചെയ്യാൻ 20 copies are with me. 20 കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. So if you want to have your hands in the mission field, you can take the calendar. മിഷൻ ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലണ്ടർ Whatever വാങ്ങാം. amount you can give to the mission field. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ So we can, നിങ്ങൾക്ക് only 20 copies I have with me, 20 കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. and you can have it, നിങ്ങൾക്ക് അത് വാങ്ങാം. and God will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. ആമേൻ. Hallelujah. Hallelujah. Nice to share with you. May God bless you, and again tomorrow I'll meet you. നന്നായിരിക്കും. ദൈവം നിങ്ങളെ So, അനുഗ്രഹിക്കുമാറാകട്ടെ. okay, hand over to my husband. Praise God. The presence of the Lord is more important than anything else. ദൈവത്തിന്റെ സാന്നിധ്യം മറ്റ് എന്തിനേക്കാളും ശ്രേഷ്ഠമാണ്. More than gold and silver, of name and fame. സ്വർണ്ണത്തെക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. When we are in the presence of God, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ we can experience the heavenly things in our midst. നമുക്ക് സ്വർഗീയമായ കാര്യങ്ങളെ അനുഭവിപ്പാൻ Praise God. Praise the Lord. That's why Moses says to God, അതുകൊണ്ടാണ് മോശ ഇപ്രകാരം ദൈവത്തോട് പറയുന്നത്, unless your presence go with me, നിന്റെ I will not സാന്നിധ്യം leave this place. നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് പോകുവാൻ How can ആഗ്രഹിക്കുന്നു. I lead these people without your presence? നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ ഞങ്ങൾ എങ്ങനെ ഈ ജനത്തെ How can I നയിക്കും? make them understand? എനിക്ക് എങ്ങനെ അവരെ മനസ്സിലാക്കിക്കുവാൻ How കഴിയും? can I guide them and teach them without your നിന്റെ presence? സാന്നിധ്യമില്ല എങ്കിൽ എങ്ങനെ അവരെ പഠിപ്പിക്കും, എങ്ങനെ അവരെ നയിക്കും? Where is the miracle without the presence of നിന്റെ God? സാന്നിധ്യമില്ല എങ്കിൽ ഞാൻ എങ്ങനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും? Because in the presence of God, കാരണം ദൈവത്തിന്റെ സാന്നിധ്യമുള്ളപ്പോൾ there are satisfaction, അവിടെ സമൃദ്ധിയുണ്ട്, there are peace, അവിടെ സമാധാനമുണ്ട്, there are miracles, അവിടെ അത്ഭുതങ്ങളുണ്ട്, there are provisions, അവിടെ എല്ലാ There are healing. അവിടെ സൗഖ്യമുണ്ട്, there are restoration. അവിടെ ഉയർച്ചയുണ്ട്. That is the presence of God. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. We നമ്മളെ thank you അറിയിക്കുന്നത്. because the presence of God here in this place. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി. Hallelujah. ഹല്ലേലൂയ. God did not enter into the temple of Herod several times because no presence of God there. ഹെരോദാവ് ഉണ്ടാക്കിയ ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നു. You found only 2-3 incidents. ഒന്ന് രണ്ട് സംഭവങ്ങൾക്ക് ഒഴിച്ച് But most of his time he never entered to that temple. പക്ഷേ പലപ്പോഴും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വന്നില്ല. Because there was no presence of God. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമില്ലായിരുന്നു. And then Cyrus destroyed the temple. കോരേശ് അമ്പലത്തെ ടെമ്പിളിനെ നശിപ്പിച്ചു കളഞ്ഞു. Because when the presence of God are there, ദൈവത്തിന്റെ സാന്നിധ്യമുള്ളപ്പോൾ the heavenly atmosphere is created. അവിടെ സ്വർഗീയമായ ഒരു മണ്ഡലം അവിടെ സൃഷ്ടിക്കപ്പെടുവാനിടയായി തീരും. The heavenly atmosphere is created. സ്വർഗീയമായ മണ്ഡലം അവിടെ സൃഷ്ടിക്കപ്പെടുവാനിടയായി And the തീരും. people can feel the presence of God. ജനത്തിന് അത് മനസ്സിലാക്കുവാൻ കഴിയും. Today ഇന്ന് evening, സന്ധ്യാസമയത്ത് okay, I would like to say thank you to Reverend Shaji, റവറന്റ് ഷാജിക്ക് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. my beloved friend, എന്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ്. and your family, ആ കുടുംബം എന്റെ അടുത്ത and കൂട്ടുകാരാണ്. all the leadership team here in Elim AG എലീം Church. ചർച്ചിന്റെ എല്ലാ ലീഡർഷിപ്പിലുള്ള വ്യക്തികളെയും ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു. For the wonderful love and the wonderful acceptance and welcome. അവരുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങളെ സ്വീകരിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. I really feel so blessed to be with you. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ദൈവിക അനുഗ്രഹത്തിൽ ഞാൻ വളരെ അനുഗ്രഹീതനാണ്. Praise the name of Jesus. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. Shall we take the Bible and lift the Bible high above? നാം ദൈവവചനം നമ്മുടെ കരങ്ങളിൽ എടുത്ത് ഉയർത്തിപ്പിടിക്കാം. Say again with me.
എന്നോട് Say, ചേർന്ന് Lord പറയും, Jesus, സ്വർഗ്ഗസ്ഥനായ thank you പിതാവേ, for your living word. നിന്റെ ജീവനുള്ള വചനത്തിനായി സ്തോത്രം. Your word is a medicine for my physical body. എന്റെ ശരീരത്തിന് നിന്റെ വചനം It is a സൗഖ്യദായകമാണ്. food for my spiritual life. എന്റെ സ്പിരിച്വൽ ജീവിതത്തിന് ഇത് It ഫുഡാണ്. renews and cleanses my mind. ഇതെന്നെ പുതുതാക്കി തീർക്കുന്നു, എന്നെ So I ശുദ്ധീകരിക്കുന്നു. receive your word in my mind, ഞാൻ അതുകൊണ്ട് എന്റെ മനസ്സിൽ നിന്റെ വചനത്തെ in my heart, എന്റെ ഹൃദയത്തിൽ ഞാൻ അതിനെ സൂക്ഷിക്കും. and in my physical body. ഞാൻ എന്റെ ശരീരത്തിൽ അതിനെ സൂക്ഷിക്കും. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Praise God. Praise the Lord. Hallelujah. Peter said, how can I leave you, because you have the word of life. ആ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് നിന്നെ വിട്ട് എവിടെ പോകുവാൻ കഴിയും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. The word of God is life. ദൈവത്തിന്റെ വചനം ജീവനാണ്. The word of God is the seed in it. ആ ദൈവത്തിന്റെ വചനം അതിന്റെ അകത്തെ വിത്താണ്. Quickly now, I would like to share about the family. ഞാൻ ഒരു കുടുംബത്തെ പറ്റി നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. I sense while sitting there, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അപ്രകാരം ചിന്തിച്ചു. even some of us, we are facing such a situation in our family which is not really like it. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മിലും പലർക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. And this moment I would like to share about the family. ഞാൻ ഈ സമയത്ത് ഒരു ഫാമിലിയെ പറ്റി, ഒരു കുടുംബത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ Because ആഗ്രഹിക്കുന്നു. if the family is weak, നമ്മുടെ കുടുംബം ശക്തിഹീനമാണെങ്കിൽ the church became weaker അവർ കൂടി നടക്കുന്ന സഭയും വളരെ ബലഹീനമായി തീരും. and the society destroyed. സമൂഹം അവരെ നശിപ്പിച്ചു കളയും. So many people living on the street and outside the family, living in sins and even in a bad ways of life. പലരും കുടുംബത്തിൽ നിന്നകന്ന വഴിയരികിലൊക്കെ താമസിക്കുന്നവര്, സമൂഹത്തിൽ നിന്നകന്ന് ജീവിക്കുന്നവർ, പാപത്തിൽ We saw alcoholism, അവർ പലരും മദ്യപാനികളാണ്, drug addicts, ചിലര് ഡ്രഗ് അഡിക്ട്സ് ആണ്, and even prostitutes, ചിലര് and even വേശ്യാവൃത്തിയിലാകപ്പെട്ടിരിക്കുന്നു, the evil persons. ചിലര് വളരെ തെറ്റായ മാർഗങ്ങളിൽ The നടക്കുന്നവരാണ്. reason because the family is not put in the principle of the word of God. അതിന്റെ കാരണം അവരുടെ കുടുംബങ്ങളൊന്നും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം നയിക്കുന്നവരല്ല. Because the family is broken and then the society is break down. ആ കുടുംബം നല്ലതല്ലെങ്കിൽ ആ സമൂഹം തന്നെ നശിച്ചു പോകുവാനിടയായി തീരും. So now let's take a glimpse about the family from the word of God. നാം ദൈവവചനത്തിൽ നിന്നും ഒരു കുടുംബത്തെ പറ്റി ചിന്തിക്കുവാൻ പോവുകയാണ്. Family should be strong in the word of God. ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഒരു കുടുംബം. Let's read 2 Timothy chapter 1 verse 5. 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം How to വായിക്കാം. make our family healthy. ഒരു കുടുംബത്തെ എങ്ങനെ ശക്തീകരിക്കാൻ So കഴിയും? many people, they are thinking to build their families with gold, silver, money and material things. ലോകത്തിലെ പല കുടുംബങ്ങളും അവർ സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട്, പണം കൊണ്ട് അവരുടെ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. In fact, those things is the secondary or is not really important. ഈ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ രണ്ടാമതായി വരുന്നതാണ്, അല്ലെങ്കിൽ ഇതിന് പ്രാധാന്യമില്ലാത്തതാണ്. To build the family, it needs the word of God. ഒരു കുടുംബം കെട്ടിപ്പടുക്കണമെങ്കിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം അത് ചെയ്യാൻ. Paul wrote in his epistles to Timothy, പൗലോസ് തന്റെ 2-ാമത്തെ ലേഖനത്തിൽ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ he said, പറയുന്നു, when I call to remembrance the unfeigned faith that is in thee, ഞാൻ ഈ കുടുംബത്തെ പറ്റി പറയുമ്പോൾ അവരെ വളരെയധികം ശക്തമായ ഒരു കുടുംബമായി പറയുന്നു, which dwell first in thy grandmother. ദൈവിക വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മയിലുണ്ടായിരുന്നു. By the name Lois. അവരുടെ പേര് ലോവീസ് എന്നാണ്. And also to thy mother Eunice. രണ്ടാമതായിട്ട് നിന്റെ അമ്മയായ യുനീക്കയിലും അതുണ്ട്. And I am persuaded that in thee also. അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ വിശ്വാസം നിന്നിലുമുണ്ടെന്നാണ്. Look the life of Timothy. തിമോഥെയോസിന്റെ ജീവിതത്തെ നാം He പഠിക്കുമ്പോൾ was inherited from the
family where they love the word of God. നാം ആ തിമോത്തിയോസിനെ പറ്റി പഠിക്കുമ്പോൾ തിമോത്തിയോസിന് ലഭിച്ച ദൈവിക വെളിപ്പാട് അവന്റെ കുടുംബത്തിലെ പൂർവികർക്കുണ്ടായിരുന്നു. He learned from his grandmother as well as from his mother. അവൻ പഠിച്ചത് അവന്റെ അമ്മയിൽ നിന്നും വലിയമ്മയിൽ നിന്നുമാണ്. Even his father was a Greek, അവന്റെ അപ്പൻ ഒരു യവനനായിരുന്നു. but still his mother, his grandma and mother has an influence to shape his life from the word of God. പക്ഷേ അവന്റെ അമ്മയും വലിയമ്മയും അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിൽ വളരെ പ്രമുഖമായ പങ്ക് വഹിച്ചവരാണ്. And Timothy's life was changed. അതുകൊണ്ട് തിമോത്തിയോസിന്റെ ജീവിതം മാറപ്പെടുവാനിടയായി. When Paul looked at him, പൗലോസ് അവനെ നോക്കിയപ്പോൾ he was fascinated at him. He loved him പൗലോസ് ഈ തിമോത്തിയോസിനെ വളരെയധികം because he സ്നേഹിച്ചു. saw that Timothy was a different boy, different young boy. തിമോത്തിയോസ് വളരെ വ്യത്യാസപ്പെട്ട ഒരു യൗവനക്കാരനായിരുന്നു. How? എങ്ങനെയാണ്? Because the word of God has shaped his life. കാരണം ദൈവവചനം അവന്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനിടയായി. So the problem that we live today, നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ most of പ്രതിസന്ധി the family, they don't have time to read the word of God. മിക്കവാറും കുടുംബങ്ങൾക്ക് ദൈവവചനം വായിക്കാനോ പഠിക്കുവാനോ ഉള്ള സമയമില്ല. They don't have time to discuss with their children from the word of God. അവരുടെ കുഞ്ഞുങ്ങളോട് ദൈവവചനത്തെ പറ്റി പറയുവാനുള്ള സാഹചര്യമില്ല. And the children has disconnected with their parents without the word of God. കാരണം ദൈവവചനം ഇല്ലാത്തതിനാൽ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് ബന്ധമില്ലാത്ത അവസ്ഥയിലായി So തീർന്നിരിക്കുന്നു. when their children going to school or outside their family, അവരുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ വെളിയിലോ പോകുമ്പോൾ they learn much more the evil thing, the worldly thing than they learn at home. അവരുടെ വീട്ടിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ലോകത്തിൽ നിന്നും ചീത്തയായ കാര്യങ്ങൾ അവർ പഠിക്കുന്നു. When they don't have the foundation of the word of God, കാരണം അവരുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനമില്ല. it's very easily to collapse, അത് കാരണം അവരുടെ ജീവിതം വളരെ പെട്ടെന്ന് നശിച്ചു to പോകുവാനിടയായി. break down faith, അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ വീണു and to പോകുവാനിടയായി. leave God. ആ ദൈവത്തെ വിട്ടുപോകുവാനിടയായി തീരും. The Bible says വേദവചനം പറയുന്നു in Romans chapter 10 verse 17, റോമാലേഖനം 10:17 വാക്യത്തിൽ it says about the strong in faith. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുവാനായിട്ട് അവിടെ പറയുന്നു. How the faith became strong. എങ്ങനെയാണ് ഒരുവന്റെ വിശ്വാസം സ്ട്രോങ് ആയി തീരുന്നത്? It's strong by the word of God. അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. The wise man hear the word, ബുദ്ധിമാനായ മനുഷ്യൻ ദൈവവചനം കേട്ട് and he did what was written in the word of God, ആ ദൈവവചനത്തിൽ എഴുതിയ പ്രകാരം ജീവിച്ചു. and his life was established on the rock. ആ ബുദ്ധിമാനായ മനുഷ്യൻ അവന്റെ ജീവിതത്തെ പാറമേൽ അടിസ്ഥാനപ്പെട്ടു പണിതു. And when the rain comes and the flood came and the winds blew, അവിടെ മഴ വന്നു, കാറ്റ് വന്നു, കാറ്റടിച്ചു, the house of the wise man stood still, ബുദ്ധിമാനായ മനുഷ്യന്റെ ഭവനം അവിടെ സ്ഥിരമായി നിന്നു. because he had the word of God in his heart. കാരണം അവന്റെ ജീവിതത്തിൽ ദൈവവചനം ഉണ്ടായിരുന്നു. But the foolish man, പക്ഷേ ബുദ്ധിയില്ലാത്ത he മനുഷ്യൻ heard the word of അവൻ God, ദൈവവചനം കേട്ടു, he read the Bible, അവൻ വായിച്ചു but he ദൈവവചനം. did not do even once of them. അവനിലെ ഒരു കാര്യവും അവൻ പ്രവർത്തിച്ചില്ല. It's just like building a house on the sand. അവന്റെ ജീവിതം മണലിന്മേൽ വീട് പണിയുന്നത് പോലെയായിരുന്നു. When the rain comes, അവിടെ മഴ വന്നു, flood came, അവിടെ വെള്ളപ്പൊക്കം wind ഉണ്ടായി, blew, അവിടെ കാറ്റടിച്ചു. same test, same problem, same attack. പക്ഷേ ഒരേപോലെയാണ് ബുദ്ധിമാനായ മനുഷ്യന്റെ No different, no different അവിടെ യാതൊരു വ്യത്യാസവും to the ഉണ്ടായില്ല. wise man and to the foolish അവിടെ man. ബുദ്ധിമാനായ മനുഷ്യനും ബുദ്ധികെട്ട മനുഷ്യനും താനും ഉണ്ടായ പ്രതിസന്ധികൾ But the ഒരുപോലെ wise man stood still and the foolish man's collapse. ബുദ്ധിമാനായ മനുഷ്യൻ സ്ഥിരതയോടെ നിന്നപ്പോൾ ബുദ്ധികെട്ടവന്റെ ഭവനം വീണുപോകുവാനിടയായി. And the Bible says ദൈവവചനം പറയുന്നു it was a great destruction. അത് ഏറ്റവും വലിയ ഒരു നാശമായിരുന്നു എന്ന് What പറയുന്നു. does it mean? എന്താണ് അതിന്റെ അർത്ഥം? Means when the Christian family collapsed, അതിന്റെ അർത്ഥം ഇതാണ്, ഒരു ക്രിസ്തീയ കുടുംബം നശിക്കുമ്പോൾ it was affected too many. അതിന്റെ അത് പലരെയും ബാധിക്കുന്നതാണ്. Pastor going to preach all over the world, but when he came to his family,
he found out that his wife had submitted for divorce. പാസ്റ്റർ ഇത് വിവിധ സ്ഥലങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കാൻ പോയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം നഷ്ടമായിരിക്കുന്നു. That was a great destruction. അതൊരു വലിയ നാശമാണ്. When they saw that man of God, woman of God stood still there in the presence of God, but their family is in the world. പക്ഷേ അദ്ദേഹം ദൈവവചനവുമായിട്ട് പലയിടത്തും പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ലോകത്തിലാണ് ജീവിക്കുന്നത്. Samson was conceived by the plan of God. ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ശിംശോൻ ജനിക്കപ്പെടുന്നത്. He was a Nazir of God. അവൻ ഒരു നാസിർ From വ്രതക്കാരനായിരുന്നു. the womb of his mother. അവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നാസിർ After he grew up, അങ്ങനെ അവൻ വളർന്നപ്പോൾ his eye was a lost eye. അവന്റെ കണ്ണ് പാപമംഗലമായ ഒരു കണ്ണായിരുന്നു. He wanted to marry, അവനെ കല്യാണം കഴിക്കണമെന്ന് but ആഗ്രഹിച്ചു. he chose only the prostitute. അവൻ തിരഞ്ഞെടുത്തത് ഒരു വേശ്യയാണ്. He saw number one അതിന്റെ ഒന്നാമത്തെ കാരണം in Timnah. അവൻ തിമ്നയിൽ പോയി. That was the first woman that he fell in love. തിമ്നയിലുള്ള ഒരു പെണ്ണിനെയാണ് അവൻ ആദ്യമായി സ്നേഹിച്ചത്. Philistines അവള് woman. ഫിലിസ്തീയ And his father says, അവന്റെ അപ്പൻ പറയുന്നു, why you are not choosing your wife from the Israelites? അവന്റെ അപ്പൻ അവനോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് നിനക്കൊരു ഭാര്യയെ ഇസ്രായേൽ ജനങ്ങളിൽ But he തിരഞ്ഞെടുക്കുന്നില്ല? doesn't like a woman from the circumcised woman, but he wants the uncircumcised. അവൻ പറയുകയാണ്, അവന് ഈ പരിച്ഛേദന ഏറ്റവരുടെ മക്കളിൽ നിന്ന് ഒരുത്തിയ വേണ്ട, പക്ഷെ പരിച്ഛേദന ഏൽക്കാത്ത ജാതികമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരുത്തിയ മതി. After he got married, അവൻ കല്യാണം കഴിച്ചതിന് then he ശേഷം went back to his father's house. അവന്റെ വീട്ടിലേക്ക് കടന്നുപോയി. When he came back, അതിനുശേഷം അവൻ ഭാര്യയുടെ his ഭവനത്തിലേക്ക് father-in-law is already given his wife to another friends. അവന്റെ അമ്മായിയപ്പൻ ശിംശോന്റെ ഭാര്യയെ മറ്റൊരുവരെ വിവാഹം കഴിച്ചു കൊടുത്തു. He found out that there's no chance to stay with her. അതുകൊണ്ട് ശിംശോന് മനസ്സിലായി അവന്റെ ഭാര്യയോടുകൂടി ജീവിക്കാൻ Then കഴിയില്ല. he went down. അതിനുശേഷം അവൻ വീണ്ടും പോയി. Then he saw another prostitute. വീണ്ടും അവൻ കടന്നു പോകുമ്പോൾ അവൻ കാണുന്നത് വേറെ ഒരു And then he വേശ്യാസ്ത്രീയെ. stayed with her. അവന് അവളോട് കൂടെ താമസിച്ചു. Philistia came. ഫെലിസ്ത്യർ അവനെ തേടി വന്നു. Then he went back from there. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി. Then he saw another woman. അതിനുശേഷം അവൻ വീണ്ടും ഒരു കന്യകയെ That also prostitute. അവളും ഒരു വേശ്യാസ്ത്രീയായിരുന്നു. Her name is Delilah. അവളുടെ പേരാണ് ദലീല. So 3 prostitute, 3 wives. അവന്റെ ജീവിതത്തിൽ 3 ഭാര്യമാരുണ്ടായി, 3 പേരും വേശ്യകളായിരുന്നു. His wife always, his eyes is always to the world. അവന്റെ കണ്ണ് എപ്പോഴും ലോകത്തിലേക്കായിരുന്നു. So when the Philistines arrested him, ഫിലിസ്ത്യര് അവനെ പിടിച്ചപ്പോൾ number 1, they attacked his eyes. അവന്റെ കണ്ണാണ് അവർ കുത്തിപ്പൊട്ടിച്ചത്. They blocked his 2 eyes. അവന്റെ കണ്ണിന്റെ കാഴ്ചയെ നശിപ്പിച്ചു And കളഞ്ഞു. he was blind till he died. അവൻ മരിക്കുന്നതുവരെയും അന്ധനായി തുടർന്നു. You see, if you see the failure of Samson is in the marriage. അവന്റെ ജീവിതത്തിലെ അവന്റെ തോൽവിക്ക് കാരണം അവന്റെ കല്യാണങ്ങളായിരുന്നു. The Bible says, ബൈബിൾ പറയുന്നു, so then faith cometh by hearing, and hearing the word of God. അത് വിശ്വാസം എന്നതോ ദൈവവചനത്തിന്റെ കേൾവിയാൽ വരുന്നു എന്ന് If പറയുന്നു. you really want to see that your house strong, it should be strong on the word of God. നിങ്ങളുടെ കുടുംബം ഏറ്റവും ശക്തമായ രീതിയിലായി തീരണമെങ്കിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി Read the Bible. നിങ്ങൾ ദൈവവചനം Pray with your children. നിങ്ങളുടെ കുട്ടികളോട് Pray your family prayer. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന Not only you alone, but the whole household. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിപ്പാനല്ല, Preach to them. പ്രാർത്ഥിക്കുക. Because you have to protect your family by the word of God. കാരണം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ദൈവവചനത്താൽ പ്രൊട്ടക്ട് You have to empower your family by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. You have to make Jesus as the host of your family, not the guest. നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെ വെക്കണം. അവൻ നിങ്ങളുടെ കുടുംബത്തിന്റെ We നാഥനായിരിക്കണം. always love to write that the wall thinks that Jesus is the unseen guest. നാം പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ബോർഡ് തൂക്കാറുണ്ട്, നമ്മൾ കാണാത്ത ഗസ്റ്റ് ആണ് കർത്താവ്. I don't know whether you have seen or not, but I saw Jesus is the unseen guest. പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, കാണപ്പെടാത്ത അതിഥിയാണ് യേശുക്രിസ്തു. Friend, don't make Jesus as a guest, make Jesus as the host. സ്നേഹിതരെ, നിങ്ങൾ ഒരിക്കലും കർത്താവിനെ ഗസ്റ്റ് ആക്കരുത്, പക്ഷേ അവൻ നമ്മുടെ വീടിന്റെ നായകനായിരിക്കണം. Make Jesus as the host of your family. നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥനാകണം യേശുക്രിസ്തു. Call him, sleep with him, talk with him.
eat with him, live with him, and died in him. ആ യേശുക്രിസ്തുവിനെ വിളിക്കുക, അവനോടുകൂടെ ഭക്ഷിക്കുക, അവനോടുകൂടെ സംസാരിക്കുക, അവനോടുകൂടെ ജീവിതത്തെ ചെലവാക്കുക. നിന്റെ ജീവിതാന്ത്യം വരെ അവൻ നിന്നോടുകൂടെ If ഇരിക്കും. you die with Christ, you will reign with Christ. നീ യേശുക്രിസ്തുവിനോട് ചേർന്ന് മരിച്ചാൽ, If you- നീ യേശുക്രിസ്തുവിനോട് ചേർന്ന് If ജീവിക്കും. you suffer with Christ, you will be reign with നീ Christ. യേശുക്രിസ്തുവിനോടുകൂടി കഷ്ടത അനുഭവിച്ചാൽ യേശുക്രിസ്തുവിനോടുകൂടി ഭരിക്കും. Allow Christ to reign and rule every room of your heart, of നിന്റെ your നിന്റെ family. ഹൃദയത്തിന്റെ, നിന്റെ ഭവനത്തിന്റെ എല്ലാ റൂമുകളിലും കർത്താവ് വസിക്കുവാനിടയായി തീരട്ടെ. If you have 10 rooms in your family, in your heart, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ 10 റൂമുകൾ ഉണ്ടെങ്കിൽ let him occupy it. ആ 10 റൂമുകളിലെ യേശുക്രിസ്തു ഉണ്ടാകട്ടെ. Invite him. അവനെ വിളിക്കാം നമുക്ക്. Invite the word of God. ആ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് Invite the സ്വീകരിക്കാം. Holy Spirit. പരിശുദ്ധാത്മാവിനെ Invite Jesus. യേശുക്രിസ്തുവിനെ I വിളിക്കാം. pray in the name of Jesus നമുക്ക് പ്രാർത്ഥിക്കാം. that the Holy Spirit will reveal Christ in you. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കർത്താവിനെ വെളിപ്പെടുത്തട്ടെ. You will see Jesus Christ in your family. നിങ്ങളുടെ കുടുംബത്തിൽ യേശുക്രിസ്തു വെളിപ്പെടട്ടെ. Holy Spirit, പരിശുദ്ധാത്മാവ് reveal Christ to them. ഈ ജനത്തോട് പരിശുദ്ധാത്മാവേ ദൈവത്തിനെ, കർത്താവിനെ Touch വെളിപ്പെടുത്തണം. Christ, touch Christ. ആ യേശുക്രിസ്തുവിനെ തൊടട്ടെ. Experience His presence. അവന്റെ സാമീപ്യം അനുഭവിക്കട്ടെ. Commune with Him. അവനോട് ചേർന്ന് നടക്കാം. Commune with Him. അവനോട് ചേർന്നിരിക്കാം. Talk with Him അവനോട് സംസാരിക്കാം. in spirit, പിന്നെ ആത്മാവിൽ with understanding. അവനെ മനസ്സിലാക്കാം. Talk with Him അവനോട് by സംസാരിക്കാം. confessing the word of God. അവന്റെ ദൈവവചനത്തിൽ Talk അധിഷ്ഠിതമായി with Him അവനോട് സംസാരിക്കാം. every night and every day. എല്ലാ പകൽക്കലും എല്ലാ രാത്രിയിലും Your Lord, your master, never slumber nor sleep. നിന്റെ നാഥൻ ഒരിക്കലും ഉറങ്ങുന്നവനോ ഉറക്കം തൂങ്ങുന്നവനോ അല്ല. Family should be strong in marriage. ഒരു കുടുംബം കല്യാണത്തിൽ അല്ലെങ്കിൽ മാരേജിൽ സ്ട്രോങ് ആയിരിക്കണം. Strong in marriage. ഒരു ശക്തമുള്ള ഒരു കുടുംബം I'm കെട്ടിപ്പടുക്കണം. not speaking about strong in finances. സാമ്പത്തികമായി ശക്തി പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. Strong in marriage. ഒരു വിവാഹത്തിൽ വളരെ ശക്തമായി തീരണം. Don't base your marriage in dowry. അത് ലഭിക്കുന്ന Don't base your marriage in dowry. ഡൗറിയിലല്ല നിങ്ങൾ അതിൽ അധിഷ്ഠിതമായിരിക്കണം. Don't base your marriage in finances. അതിന്റെ സാമ്പത്തിക വശങ്ങളിലല്ല ഒരു വിവാഹം. Base your marriage on the word of God. നിങ്ങളുടെ കല്യാണങ്ങൾ, നിങ്ങളുടെ വിവാഹങ്ങൾ ദൈവവചനത്തിൽ Where അധിഷ്ഠിതമായിരിക്കണം. the girls and boys is born again. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വീണ്ടും And ജനിച്ചവരാണ്. love God. അവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ Then money will come later. അതിനുശേഷം അവരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം കടന്നു The വരും. rich, the name, the fame will follow. അവരുടെ പേര് വലുതായി തീരും. അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച പ്രാപിക്കും. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. We need the unite of God. ദൈവത്തിന്റെ യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ We ഉണ്ടാകട്ടെ. need the power of the Holy Spirit to unite both boy and girl. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വിവാഹത്തിൽ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും കൂടി ഇരിക്കട്ടെ. The Bible says in Hebrew chapter 13 verse 4. എബ്രായ ലേഖനം 13:4 അത് പറയുന്നു. Hebrew chapter 13 verse 4. എബ്രായ ലേഖനം 13:4. There is only one marriage that is honorable. ഒരൊറ്റ ഒരു കല്യാണത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. Bet undefiled. Bet undefiled. Yeah, the marriage is honorable. ഓക്കേ, വിവാഹം എല്ലാവർക്കും മാന്യവും. There are different marriage. There are different sexual relationship. പലതരത്തിലുള്ള കല്യാണ ബന്ധങ്ങളുണ്ട്. Here in the verse Hebrew chapter 13 verse 4, എബ്രായ ലേഖനം 13:4 പറയുന്നു. it tells us about the honorable marriage. അത് ഏറ്റവും അനുഗമിപ്പാൻ കഴിയുന്ന ഒരു കല്യാണത്തെ പറ്റിയാണ്. That's when boys and girls come to God, dedicate their marriage and submit to God. ഇവിടെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യത്തിൽ കടന്നു വന്ന് അവരുടെ വിവാഹം നടക്കുന്നു. But the bet undefiled, the bet
defiled. അവരുടെ കിടക്ക നിർമ്മലമായിരിക്കണം. It speaks about premaritals. Before marriage, they already have sex. പലപ്പോഴും വിവാഹത്തിന് മുന്നമേ തന്നെ അവരുടെ വിവാഹ ജീവിതത്തിൽ സെക്ഷൽ റിലേഷൻസ് ഉണ്ടാകുന്നു. And then it says adultery, fornication. അതിനെ അഡൾട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം എന്നാണ് പറയുന്നത്. That God will judge. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം അവരെ ശിക്ഷിക്കും. Same sex marriage, God will judge. അതുപോലെ തന്നെ ഹോമോസെക്ച്വാലിറ്റിയെ ദൈവം ശിക്ഷിക്കാനിടയായി. That gay, lesbians, God will judge. അതുപോലെ തന്നെ ലെസ്ബിയൻസ് റിലേഷൻസിനെ ദൈവം All ശിക്ഷിക്കാനിടയായി. those type of marriage is outside the word of God. അങ്ങനെയുള്ള എല്ലാ വിവാഹങ്ങളും ദൈവവചനത്തിന് വെളിയിലാണ്. But the marriage in the word of God should be honorable. പക്ഷേ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ വിവാഹം ഏറ്റവും റെസ്പെക്റ്റബിൾ ആണ്. അതിന് ഒരു ദൈവികമായ അനുഗ്രഹം Where ഉണ്ടായിരിക്കും. boy and girls has accepted Christ and they join together and they yoke together and they make a marriage vow together to God. അവര് ആൺകുട്ടിയും പെൺകുട്ടിയും ആദ്യമായി രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. അവർ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിൽ ഒന്നായി തീരുന്നവരായിരിക്കണം. അതിനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. I need that stand. I need that stand. No, this stand. Yes. You just take the microphone. Okay, I need 2 people to stand here, please. രണ്ടുപേര് കടന്നു വന്നാട്ടെ. രണ്ടുപേര് ഇവിടെ നിൽക്കും. Yeah, volunteer. Yes. Okay. One turn to the crowd and one turn to the platform. ഒരാള് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഒരാൾ Yes. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. Okay. Let's see here. Yes. Look here. He is a believer. ഈ സഹോദരൻ ഒരു ബിലീവറാണ്. Don't mind, and she is unbeliever. ആ ഒരു പെൺകുട്ടിയായിട്ട് സങ്കല്പിക്കുക. ഇതൊരു അവിശ്വാസിയായ പെൺകുട്ടി. So when they yoke, hold on. When they yoke together, ഇവിടെ മുഖം വെച്ച് അവരെ ബന്ധിച്ചിരിക്കുകയാണ്. the believers and unbelievers, ഇവിടെ ഒരു വിശ്വാസിയും ഒരു അവിശ്വാസിയും. what will happen? എന്താണ് അവരുടെ Let's സംഭവിക്കുന്നത്? see. അത് നമുക്കൊന്ന് നോക്കാം. He want to follow Christ, to go to church, വിശ്വാസിയായവന് കർത്താവിനെ പിൻപറ്റുവാൻ, and she want to go to the world. അവിശ്വാസിക്ക് So ലോകത്തിലേക്ക് പോകാൻ. try now to come. നിങ്ങളൊന്ന് പോയി നോക്കുക. Yes. No. Yes. കറങ്ങാനല്ലേ, ഒരാൾ അങ്ങോട്ട് പോകണം, ഒരാൾ ഇങ്ങോട്ട് വരണം. Okay, try that. Come this side, and you go that side. Yes. ഒരാൾ അങ്ങോട്ട് പോ, ഒരാൾ ഇങ്ങോട്ട് വാ. Do you understand? നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് Yes. പോകുന്നത്. You go to direction and you come to that direction. Okay, don't. Yes. Go. Yes. What's going on? Okay, they are not trained. നിങ്ങൾക്ക് Okay. മനസ്സിലായെന്ന് വിശ്വസിക്കുക. ഇത് എന്താണ് കാണിക്കുന്നത്? So what is going on? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? Their marriage is just on and on. അവരുടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. Just. Okay. Let's see. Maybe you have seen something, eh? നിങ്ങൾ You have seen മനസ്സിലാക്കിയെന്ന് something. വിശ്വസിക്കുന്നു. They are not good actor. They are not good നല്ല actor. നടന്മാരല്ലാത്തതുകൊണ്ടാണ് Okay. നിങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. You go to front and he will come to his front. അതങ്ങ് Okay. വിട്, അത് വിട്ടിട്ട് ഒരാൾ മുമ്പോട്ട് പോ, ഒരാൾ ഇങ്ങോട്ട് പോവാ. രണ്ടുപേരും മുമ്പോട്ട് നടക്കുക. Go. ഓക്കെ. Yes. Hold on. Go. Yes. You pull. Yeah, you pull here. So the marriage is broken. Okay. And then it's round and round. Yes. This family. Okay. Thank you so much. This family. ഈ കുടുംബം, One of them, they want to go to God, and another want to go to the world. വിശ്വാസിയായവനെ ദൈവത്തിലേക്ക് നടക്കുവാൻ ആഗ്രഹിക്കുന്നു, അവിശ്വാസി ലോകത്തിലേക്ക് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. And then the family is going on and on, fighting each other. കുടുംബ ബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങളോടുകൂടി കറങ്ങുകയാണ്. No prayer life. അവിടെ പ്രാർത്ഥനയില്ല, No love. അവിടെ സ്നേഹമില്ല, No direction. അവർക്ക് ഒരു ലക്ഷ്യബോധമില്ല, No purpose in life. അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. And then they produce children. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. And children also grown up. കുട്ടികൾ വളരുമ്പോൾ And they saw their parents is just roaming circle and circle. അവരുടെ മാതാപിതാക്കളെ കാണുമ്പോൾ അവര് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. Fighting every morning. എല്ലാ സമയത്ത് എല്ലാ രാവിലെ അവർ യുദ്ധം Especially on Sunday. ഞായറാഴ്ച ദിവസം അടിയാണ്. When the wife want to go to church. ആ വൈഫ് ചർച്ചിലേക്ക് പോകാൻ And the ആഗ്രഹിക്കുമ്പോൾ husband say, I want to get breakfast from you. എനിക്ക് നീ ചർച്ചിൽ പോകണ്ട, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് Don't ആവശ്യം. go to church. നീ ചർച്ചിൽ പോകേണ്ട, I need something to be here. എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം. And then fighting. അവർ രണ്ടുപേരോട് അടി കൂടുകയാണ്. Sometimes
sometimes left the house with crying. ചിലപ്പോൾ വീട് വിട്ടു പോകുന്നത് കരച്ചിലോടുകൂടിയാണ്. And the families and the children seeing this example, ഇത് ഈ കാര്യങ്ങളെ കാണുന്ന കുട്ടികൾ and the family break. ആ കുട്ടികളുടെയും ആ ഭവനം ഉടഞ്ഞു പോകുന്നു. Spiritual lives going down, ആ ആത്മീയത അവിടെ നഷ്ടമായി തീരുന്നു, declining. അവിടെ നഷ്ടത്തിലേക്ക് പോകുന്നു. And you will see many families broken. അങ്ങനെ പല കുടുംബങ്ങളും നശിച്ചു പോകുന്നതായി കാണുവാൻ കഴിയും. You saw even the billionaires of America, Bill Gates, his family broken. അമേരിക്കയിലുള്ള കോടീശ്വരന്മാരുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ നഷ്ടമായി തീരുന്നുണ്ട്. Many stars of the world, അവിടെ പലരും family broken. നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന പലരും നഷ്ടമായി തീരുന്നു. Many models, they died suicide themselves because of the marriage. അവർ പല മോഡലുകളും അവർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം അവരുടെ കുടുംബം നശിച്ചു പോകുന്നു. Many Christians' life, പല Christian family, ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ കുടുംബങ്ങൾ their ministry, their mission broken because no strong family. കാരണം അവിടെ നല്ല ശക്തമായ ഒരു കുടുംബമില്ലാത്തത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു. They got lost their vision because they have to struggle with the family. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം അവരുടെ ലക്ഷ്യം നഷ്ടപ്പെട്ട് അവർ നശിച്ചു പോകുന്നു. Don't take lightly in this matter. ഈ കാര്യത്തെ വളരെ ലഘുവായി എടുക്കരുത്. The Bible says വേദവചനം പറയുന്നു we must have an honorable marriage in all. നമ്മൾ വിവാഹം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുകരിപ്പാൻ യോഗ്യമായതെന്ന് ദൈവവചനം പറയുന്നു. Sometimes the young Christian, after he got married, പല യൗവനക്കാരും യൗവനക്കാരും വിവാഹത്തിന് ശേഷം when it's not in the same faith, അവർ രണ്ടുപേരും ഒരേ വിശ്വാസത്തിലല്ലെങ്കിൽ instead of walking strong, അവർ വളരെ ശക്തമായി നടക്കുന്നു, but he paralyzed. പക്ഷേ ഒരു അവന് പക്ഷപാതം വന്നവനായി തീരുന്നു. Paralyzed. അവന് നടക്കുവാൻ കഴിയുന്നില്ല. Spiritual life paralyzed. അവന്റെ ആത്മീയത പക്ഷപാതക്കാരനെ പോലെയാകുന്നു. No strong. അത് ബലമുള്ളതല്ല. No strong in faith. അവരുടെ വിശ്വാസത്തിൽ ശക്തിയില്ല. This is the very important to teach in the church, to speak to the young people, to speak to the family. When the family is strong, the church will become stronger. ഒരു കുടുംബം ശക്തമായിരിക്കുമ്പോൾ സഭ ശക്തമായിരിക്കുമെന്ന് എല്ലാ സഭകളിലും പഠിപ്പിക്കണം. When the church strong, society will change. ആ സഭ ശക്തമായിരിക്കുമ്പോൾ അതിന്റെ സമൂഹം വ്യത്യാസപ്പെടുവാനിടയായി തീരും. Hallelujah. ഹല്ലേലൂയ. Family should be strong in mission work. ഒരു കുടുംബം വളരെ ശക്തമായ രീതിയിൽ മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യണം. We saw in the life of Abraham. അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം അത് കാണുന്നു. Genesis chapter 12 verse 1 to 3. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. Abraham was born and brought up in the idol worshipper family. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് അബ്രഹാം ജനിച്ചു വളർന്നത്. But when he got the call of God, അവനെ ദൈവം വിളിച്ചപ്പോൾ he willingly took his wife Sarai and followed to the direction of God. ദൈവം നടത്തിയ വഴികളിലൂടെ നടക്കുവാൻ തന്റെ ഭാര്യയുടെ കൈപിടിച്ച് അവൻ ഇറങ്ങുവാനിടയായി തീർന്നു. And then he became successful in his mission work. അതുകൊണ്ട് അവൻ ദൈവവേലയിൽ വളരെയധികം വിജയം പ്രാപിപ്പാനിടയായി തീർന്നു. In the New Testament, പുതിയ നിയമത്തിൽ Philip has 4 daughters. ഫിലിപ്പോസിന് 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. And all his 4 daughters became a prophetess. ആ 4 പെൺമക്കളും അവര് പ്രവാചകിമാരായി തീർന്നു എന്നാണ് വചനം. God anointed a young virgin to be a prophet. ഇവിടെ ഈ 4 പെൺകുട്ടികളും പ്രവാചകിമാരായി തീരത്തക്കവണ്ണം ദൈവം അവർക്ക് അഭിഷേകം കൊടുത്തു. We see in book of Acts chapter 18 verse 2, അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ Priscilla and Aquila പ്രിസ്കില്ലയും അക്വിലാസും were a godly couple, ദൈവ മക്കളായ ആ കുടുംബം loved God so much. ദൈവത്തെ നന്നായി സ്നേഹിച്ചിരുന്നു. Paul also were with them. പൗലോസ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. And Priscilla, a wise woman, ഒരു ബുദ്ധിമതിയായ പ്രിസ്കില്ല, she heard the teaching of Apollos. അവിടെ അപ്പൊല്ലോസിന്റെ ദൈവവചന ശുശ്രൂഷ കേട്ട്, and Apollos knew only the baptism of John the Baptist. അപ്പൊല്ലോസിന് ആകെ അറിയാവുന്നത് സ്നാപക യോഹന്നാന്റെ സ്നാനത്തെ പറ്റി മാത്രമായിരുന്നു. But Priscilla invited
Apollos to come for dinner to stay with them. ഈ പ്രിസ്കില്ല അപ്പല്ലോസിനെ ഭവനത്തിൽ കൈക്കൊണ്ട് അവൻ ആഹാരം കൊടുത്തു. And she explained to Apollos about the baptism of Jesus, about the Holy Spirit, about Jesus Christ. അപ്പല്ലോസിനോട് യഥാർത്ഥത്തിലെ സ്നാനം എന്താണ്, രക്ഷ എന്താണ്, യേശു ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണെന്നൊക്കെ അപ്പല്ലോസിനോട് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ പ്രിസ്കില്ലയെ ദൈവം And the ഉപയോഗിച്ചു. life of Apollos changed. അതുകൊണ്ട് അപ്പല്ലോസിന്റെ ജീവിതം മാറ്റപ്പെടുവാൻ His ഇടയായി. ministry changed. അവന്റെ ശുശ്രൂഷകൾ ചേഞ്ചായി. His understanding about the Holy Spirit changed. അവന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് വ്യത്യാസപ്പെട്ടു. And Apollos trained by Priscilla. ഇവിടെ അപ്പല്ലോസിനെ ട്രെയിൻ ചെയ്തത് പ്രിസ്കില്ലയാണ്. Apollos was one of the apostle of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു അപ്പോസ്തലനായി തീരത്തക്കവണ്ണം അവനെ ട്രെയിൻ ചെയ്തു. I honor and admire the house of this man of God. ഈ ദൈവമനുഷ്യനെ കുറിച്ച് ഞാൻ വളരെയധികം വിചാരിക്കുകയും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു. Where he has a brilliant wise wife ഒരു ബുദ്ധിമതിയായ ഭാര്യ അദ്ദേഹത്തിനുണ്ട്. walking together, അവർ രണ്ടുപേരും ഒന്നിച്ചു നടക്കുന്നു. do the will of God, ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് sacrifice for Jesus. അവർ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ And many people who സാക്ഷികളായി. came here, they changed. അതുകൊണ്ട് പലരും ഈ ആലയത്തിലേക്ക് കടന്നു വന്നവർ വ്യത്യാസപ്പെട്ടു. Even Priscilla and Aquila has a church in their house. പ്രിസ്കില്ലാവിനും അക്കിലാസിനും കൂടെ അവരുടെ ഭവനത്തിൽ ഒരു സഭയുണ്ടായിരുന്നു. May God use you more and more, both of you and even your children. നിങ്ങളും അതുപോലെ പലരെയും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കർത്താവിലേക്ക് You do ആകർഷിക്കുവാൻ this നിങ്ങളെ you ഉപയോഗിക്കുക. do this because you love God. കാരണം നിങ്ങളെ കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. How do we know that we love God? എങ്ങനെയാണ് നാം ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നത്? By doing what he wants us to do. നിങ്ങൾ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കാൻ നിങ്ങൾ ചെയ്യുക. One day when I was driving, ഒരു ദിവസം ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. then the Spirit of the Lord speaks to me. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. He said, how do you love God? അവൻ എന്നോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? And then I was meditating. ഞാൻ തന്നെ ദൈവവചനത്തെ ധ്യാനിച്ചു. How can I tell to myself that I love God? എനിക്ക് എന്നോട് തന്നെ എങ്ങനെ പറയുവാൻ കഴിയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്? I love God because I give to God, or I do this, do that. ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു, ഞാൻ അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ The സ്നേഹിക്കുന്നു. Holy Spirit said no. പരിശുദ്ധാത്മാവ് പറയുകയാണ് അതൊന്നുമല്ല. So I said, I cannot understand. Tell me, how do I know that I love God? അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എനിക്കറിയത്തില്ല, നീ പറ എങ്ങനെയാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്? Then the Holy Spirit take me to the Gospel of John, പരിശുദ്ധാത്മാവിനെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നടത്തി. where Jesus asked Peter, അവിടെ യേശുക്രിസ്തു പത്രോസിനോട് ചോദിച്ചു, do you love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? And Peter said, yes. പത്രോസ് പറഞ്ഞു, അതെ കർത്താവേ. But Jesus said, prove if you love me, you feed my sheep. യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കാം. And then he asked again, Jesus asked again, വീണ്ടും യേശുക്രിസ്തു do ചോദിച്ചു, you love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? And Peter yes say yes. പീറ്റർ പറഞ്ഞു, അതെ. And Jesus, if you really love me, you tend my sheep. അതുകൊണ്ട് വീണ്ടും യേശുക്രിസ്തു പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കാം. Feed and tend is different. ദൈവ ആട്ടിൻകുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതും അവരെ നോക്കി പരിപാലിക്കുന്നതും വ്യത്യാസമാണ്. And third time Jesus said, do you love me? മൂന്നാമത് യേശുക്രിസ്തു പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? And he said, you know, Lord. യേശുക്രിസ്തുവിനോട് പത്രോസ് പറയുകയാണ്, കർത്താവേ നീ അറിയുന്നു. And Jesus said, feed my sheep. വീണ്ടും യേശുക്രിസ്തു പറയുകയാണ്, ഇപ്പോൾ നീ നിന്റെ ആട്ടിൻകൂട്ടത്തിന് ആഹാരത്തെ This കൊടുക്കുക. family, they love Jesus. ഈ കുടുംബം ദൈവത്തെ സ്നേഹിക്കുന്നു. How do we know? എങ്ങനെ നമുക്കറിയാം? Because they feed the sheep. കാരണം അവരെ They tend with the sheep. കൊടുക്കുന്നു. They tend with the sheep. അതുപോലെ തന്നെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. And they feed the sheep. അതുപോലെ തന്നെ അവർക്ക് ആഹാരം കൊടുക്കുന്നു. You see, you love Jesus. നിങ്ങൾ ദൈവത്തെ How do സ്നേഹിക്കുന്നു. you know? എങ്ങനെയത് മനസ്സിലാക്കും? Because you feed the sheep. നിങ്ങളുടെ You tend with the ആഹാരത്തെ sheep. കൊടുക്കും, അവരെ പരിപാലിക്കും. You see, the shepherd, he went with the sheep and stayed with the sheep.
ഒരു ഇടയൻ എപ്പോഴും ആടുകളോടുകൂടെ വസിക്കുന്നു. And sometimes you smell sheep from the shepherd. അത് തന്നെ ഇടയൻ അവരെ സ്മെല്ല് ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. I went to Jammu Kashmir ഒരിക്കൽ ഞാൻ ജമ്മു കാശ്മീരിൽ കടന്നുപോയി. and I saw the shepherd. അവിടെ ഞാൻ ഇടയന്മാരെ കണ്ടു. They dress differently അവരെ വളരെ വ്യത്യാസപ്പെട്ട with a രീതിയിലാണ് അവർ stick. ഡ്രസ് With a ചെയ്തിരിക്കുന്നത്. stick. അവരുടെ കയ്യിൽ ഒരു വടിയുണ്ട്. One time, like 10-15 shepherds were there on the roadside. ഒരു സമയത്ത് 10-15 ഇടയന്മാർ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. I asked to my friend, ഞാൻ എന്റെ കൂട്ടുകാരനോട് who ചോദിച്ചു, are these people? ഇവരാരാണ്? Different dress. അവരുടെ വ്യത്യാസപ്പെട്ട ഡ്രസ്സ്. And then they said shepherd. അവര് ഇടയന്മാരാണ്. So I said, where they will go? അവര് എവിടേക്കാണ് പോകുന്നത്? He told me that because of the summer, അവര് ഈ ചൂടുകാലത്ത് now they will go to the mountain. അവര് പർവ്വതങ്ങളിലേക്ക് കടന്നു പോകും. So in the winter, അവര് തണുപ്പ് കാലത്ത് they will come down to the valley. അവര് വാലിയിലേക്ക് അല്ലെങ്കിൽ താഴ്വരയിലേക്ക് വരും. Sometimes 6 months in the mountain and 6 months in the valley. 6 മാസക്കാലം പർവ്വതങ്ങളിലും 6 മാസക്കാലം താഴ്വരങ്ങളിലും ജീവിക്കും. They tend the sheep. അവരുടെ ആടുകളെ മേയിക്കുകയാണ്. Because you love Jesus, you tend the believers. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആടുകളെ You മേയിക്കുക. suffer for the believers because you love your brethren. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടത അനുഭവിക്കും. Gospel of John, first epistles of John, യോഹന്നാന്റെ ലേഖനം chapter 3 verse 16. 3:16. He said Jesus loved us and he died for us. യേശു നമ്മളെ സ്നേഹിക്കൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചു. So also you have to die for your brethren. നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കണം. It says hereby perceive we love God. അങ്ങനെയാണ് നാം തെളിയിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. Because he laid down his life for us. അത് നമുക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. And we ought to lay down our life for brethren. അതുപോലെ തന്നെ നാം നമ്മുടെ ആടുകൾക്ക് വേണ്ടി നമ്മുടെ ജീവനെ കൊടുക്കണം. So your love to Jesus, it shows, it manifests when you love your brethren. നിങ്ങളെ ബിലീവേഴ്സിനെ അല്ലെങ്കിൽ ആടുകളെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള തെളിവായി തീരുന്നത്. Hallelujah. Hallelujah. Praise the name of Jesus. Praise the Lord. Praise the name of Jesus. Praise the Lord. And then Paul in his letters, പൗലോസ് അവന്റെ ലേഖനങ്ങളിൽ he greeted his followers like Priscilla and Aquila പ്രിസ്കില്ലായെയും അക്വിലയെയും അവനെ ഗ്രീറ്റ് ചെയ്യുകയാണ്. and all his co-workers. അവന്റെ കൂട്ടുപ്രവർത്തകരെ അവനെ And ഗ്രീറ്റ് then ചെയ്യുന്നു. he mentioned even in the 1 Corinthians chapter 16 and verse 19. 1 കൊരിന്ത്യർ ലേഖനം About 16 this family. വാക്യത്തിൽ നാം കാണുന്ന ഈ കുടുംബത്തെ പറ്റി. And 2 Timothy chapter 4 verse 19. 2 തീമോഥെയോസിന്റെ ലേഖനം 4:15 ഇത് കാണുന്നു. Paul greet again to them. ഇവരെ പൗലോസ് കമന്റ് ചെയ്യുന്നതായി നാം കാണുന്നു. It means this family, it has showed a good example to the whole world. കാരണം ഈ കുടുംബം ലോകത്തിന് തന്നെ ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. My friends, എൻ്റെ കൂട്ടുകാരെ, your standard of your spiritual life, it depends on your family. നിങ്ങളുടെ കുടുംബത്തിൽ അധിഷ്ഠിതമാണ് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ ഉയർച്ച. If family is strong, നിങ്ങളുടെ കുടുംബം സ്ട്രോങ് ആണെങ്കിൽ your spiritual life strong. നിങ്ങളുടെ ആത്മീക ജീവിതവും ശക്തമായിരിക്കും. If family is weak, നിങ്ങളുടെ കുടുംബം your ശക്തിഹീനമാണെങ്കിൽ spiritual life നിങ്ങളുടെ declines. ആത്മീക ജീവിതവും ശക്തിയില്ലാത്തതായിരിക്കും. Sometimes in the church you feel like in heaven. നിങ്ങൾ ചർച്ചിനകത്തായിരിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന അവസ്ഥയിലൊക്കെ As ആയിത്തീരും. long as you reach home, നിങ്ങൾ ഒരുമിച്ച് ദൈവവചനം it's വായിക്കുമ്പോൾ just like you take off your nice dress and take out you see the normal dress. നിങ്ങൾ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ നല്ല ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സാധാരണ ഭവനത്തിൽ So also the spiritual life is happen like that. പലപ്പോഴും ആത്മീക ജീവിതവും അങ്ങനെയായി തീരാറുണ്ട്. In the church heaven, ചർച്ചിലേക്ക് വരുമ്പോൾ in സ്വർഗത്തിലായിരിക്കുന്നത് the family hell. ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അത് നരകത്തെക്കാൾ കഷ്ടമാണ്. And spiritual life decline. അവിടെ ആത്മീക ജീവിതം വളരെ താഴേക്കിടയിലുള്ളതായി തീരുന്നു. Wife does not respect to the husband. ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കുന്നില്ല. Husband doesn't have time to love his wife. ഭർത്താവിന് ഭാര്യയെ സ്നേഹിപ്പാൻ സമയമില്ല. Children's playing by the things of the world. കുട്ടികൾ ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായി അതിൽ By കളിച്ചുകൊണ്ടിരിക്കുന്നു. the end of the day, confusion take place. അവസാനമായിട്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ We ഉണ്ടാകുവാനിടയായി. have to repent from this time of set up
in our family. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നാം മാനസാന്തരപ്പെടേണ്ടത് ആയിരിക്കുന്നു. Bring God to your family. ദൈവത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാം. Take along your wife and your husband, your family together with God. നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിവരുത്താം. We are all zero. നമ്മളൊക്കെ സീറോയാണ്. But we need number one to put before zero. പക്ഷേ ഒന്ന് നാം അതിനു മുമ്പേ പ്രതീക്ഷിച്ചാൽ അത് വലിയ നമ്പറായി. As you add 0 with number one, the value it was so great. നാം സീറോയ്ക്ക് മുൻപാകെ ഒരു ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വില വർദ്ധിക്കുവാനിടയായി തീരും. Christ should be number one. യേശുക്രിസ്തു ആയിരിക്കണം ഒന്നാമതായി. And all the zero in your family will much value. എല്ലാ സീറോയും ആ ഒന്നിന് പിറകെ ഇട്ട് കഴിഞ്ഞാൽ അതിന് വിലയുള്ളതായി തീരും. That's why Jesus said, അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. Matthew 6:33. മത്തായിയുടെ സുവിശേഷം He said, seek ye first the kingdom of God. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അങ്ങ് Seek ye first God. ആദ്യം ദൈവത്തെ അന്വേഷിക്കുക. Pray. പ്രാർത്ഥിക്കുക. Pray. പ്രാർത്ഥിക്കുക. Pray to God. ദൈവത്തോട് Read the word of God. ദൈവവചനം Pray in the day, pray in the night. രാത്രിയും പകലും ദൈവവചനം വായിക്കുക. Muslim prayed 5 times a day. മുസ്ലിം 5 പ്രാവശ്യം അവർ പ്രാർത്ഥിക്കുന്നു. Jews prayed 3 times a day. യഹൂദന്മാർ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. But the Bible says in the New Testament Christian we have to pray without ceasing. പക്ഷേ ദൈവവചനത്തിൽ നമ്മളോട് പറയുന്നത് പുതിയ നിയമ വിശ്വാസികളായ നാം How എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. do we pray? എങ്ങനെയാണ് നാം We പ്രാർത്ഥിക്കുന്നത്? pray with understanding and we pray in the spirit. മനസ്സിലാക്കി ആത്മാവിൽ നാം പ്രാർത്ഥിക്കണം. We pray in the spirit and we pray with understanding. നാം മനസ്സിലാക്കി നാം ആത്മാവിൽ പ്രാർത്ഥിക്കണം. In our workplace we pray. നാം എവിടെ പോയാലും പ്രാർത്ഥിക്കാം. In our schools we pray. നമുക്ക് സ്കൂളിൽ In പ്രാർത്ഥിക്കാം. our university we pray. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ Writing exam we pray. എക്സാം എഴുതുമ്പോൾ പ്രാർത്ഥിക്കാം. Walking in the workplace praying. നമുക്ക് Pray in the spirit. നമുക്ക് ആത്മികമായി If you പ്രാർത്ഥിക്കാം. want to build your holy faith, pray in the spirit always. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. A Christian who do not pray in the spirit, they put them in trap of Satan. സാത്താന്റെ കെണിയിൽ അകപ്പെട്ടു പോകും നാം പ്രാർത്ഥിക്കാത്ത ക്രിസ്ത്യാനികളാണെങ്കിൽ. So Paul says pray without ceasing. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. Pray with understanding and pray in the spirit. നാം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. Hallelujah. ഹല്ലേലൂയ. I know I experienced praying the spirit is so powerful. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ശക്തമാണെന്ന്. I used to travel in mission trips alone. ഞാൻ ഒറ്റയ്ക്ക് മിഷൻ ഫീൽഡിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. Of course, one time or twice I used to take my wife. അപ്പൊ ചില സമയങ്ങളിൽ എൻ്റെ ഭാര്യയെ കൂടെ എൻ്റെ കൂടെ കൂട്ടാറുണ്ട്. But she also has to look after the church in our home church. ഞങ്ങളുടെ ഹോം ചർച്ച്, ഞങ്ങളുടെ കുടുംബ ചർച്ച് ഒക്കെ Then I used to നോക്കി go alone. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര I ചെയ്യുന്നത്. used to go alone. ഞാൻ ഒറ്റയ്ക്ക് പോകും. In a part of Europe, in a part of America, ഞാൻ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും അമേരിക്കയുടെ പല in different ഭാഗങ്ങളിലും countries, in the different states. പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിലും പോകാറുണ്ട്. But I feel the presence of God when I pray in the spirit. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. I feel very comfortable. ഞാൻ വളരെയധികം സന്തോഷം I അനുഭവിക്കുന്നു. feel protected by praying the spirit. ഞാൻ ആത്മാവ് എന്നെ പൊതിഞ്ഞിരിക്കുന്നതായി അനുഭവിക്കാറുണ്ട്. I feel peace in my spirit when I pray in the എന്റെ spirit. ആത്മാവിൽ ഞാൻ ദൈവത്തിന്റെ സമാധാനത്തെ അനുഭവിച്ചറിയുന്നു. I feel guidance of God when I pray in the ദൈവം spirit. എന്നെ നടത്തുന്നതായിട്ട് അനുഭവിക്കുന്നു. I feel with somebody when I pray with the Holy Spirit. ഞാൻ ചിലരോടൊപ്പം ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ. And that is the need of God that we should do. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം നാം ചെയ്യേണ്ടതായിട്ടുള്ള. Praying the spirit. Paul says, I pray in the spirit more than you all. ഞാൻ നിങ്ങളെക്കാൾ അധികമായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നു. Glory to God. ഹല്ലേലൂയ. Your family should be a prayer family and praying in the spirit always. നിങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമായിരിക്കണം. അത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന Teach കുടുംബമായിരിക്കണം. your children that everyone should be filled with the Holy Spirit. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എല്ലാവരും ആത്മാവിൽ നിറയപ്പെടേണ്ടതിന്റെ Because the ആവശ്യകത. Bible says ബൈബിൾ പറയുന്നു in book of Acts അപ്പോസ്തല chapter പ്രവൃത്തി 2 രണ്ടാം അധ്യായം verse 1, ഒന്നാം വാക്യത്തിൽ it says they were 100 people in an upper room. മാളിക മുറിയിൽ 100 പേരുണ്ടായിരുന്നുവെന്ന്. And when the Holy Spirit came, ആ പരിശുദ്ധാത്മാവ് കടന്നു they വന്നു. were all filled with the Holy Spirit. അവരെല്ലാവരും ആത്മാവിൽ നിറയപ്പെട്ടു. See the word all. ആ
അവിടെ വാക്ക് They were ഉപയോഗിച്ച് all filled with the Holy എല്ലാവരും Spirit. ആത്മാവിൽ നിറയപ്പെട്ടു. They were all filled with the Holy Spirit. എല്ലാവരും ആത്മാവിൽ നിറയപ്പെട്ടു. It means no single person left. അതിന്റെ അർത്ഥം ഇതാണ്, ഒരൊറ്റ വ്യക്തി പോലും ആത്മാവിൽ നിറയപ്പെടാത്തതായിട്ടുണ്ടായിരുന്നില്ല. Let your family be like an upper room. അപ്പർ റൂമിൽ ഉണ്ടായിരുന്ന വിശ്വാസികളെ പോലെ ആകട്ടെ നിങ്ങളുടെ കുടുംബം. That all your family members should fill with the Holy Spirit. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളും ആത്മാവിൽ നിറയപ്പെട്ടവരായിരിക്കും. Let your church be like an upper room church. നിങ്ങളുടെ സഭ അപ്പർ റൂം ചർച്ച് പോലെ ആയിരിക്കട്ടെ. Where all women and men, young and all filled with the Holy Spirit. സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും ആത്മാവിൽ നിറയപ്പെട്ടവരായിരിക്കട്ടെ. Because this is only power that Satan cannot fight against this power. ഈ തരമുള്ള ഒരു ശക്തിക്കെതിരെ മാത്രമേ പിശാചിന് പ്രവർത്തിപ്പാൻ കഴിയാതെയുള്ളൂ. And that is the power of the Holy Spirit. അതാണ് ആത്മാവിന്റെ ശക്തി. The power of the Holy Spirit ആത്മാവിന്റെ ശക്തി is more than two-edged sword. More than two-edged swords. രണ്ട് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും ശക്തമാണ് ആത്മാവിന്റെ ശക്തി. When you speak the word of God, നിങ്ങൾ ദൈവവചനം പറയുമ്പോൾ, when you speak in the name of Jesus, യേശുവിന്റെ നാമത്തിൽ when you are സംസാരിക്കുമ്പോൾ, filled with the Holy Spirit, നിങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ടവരാണെങ്കിൽ this is your crown in faith. വിശ്വാസത്തിന്റെ കിരീടമാണിത്. നിങ്ങൾക്ക് പിശാചിനെ എതിർക്കുവാനുള്ള വാളാണ്. Hallelujah. ഹല്ലേലൂയ. Family should stand in unity. കുടുംബം ഒരുമനപ്പെട്ടിരിക്കണം. In the book of Amos chapter 3 verse 3, ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നു, how to stand. See, Amos says, can two together except they be agreed. രണ്ടുപേർക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയത്തില്ല. രണ്ടുപേരും ഒരു യൂണിറ്റി ഇല്ല എങ്കിൽ. Can two walk together രണ്ടുപേർക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുമോ? except they agree? അവര് രണ്ടുപേരും ഒരു മനത്തോടുകൂടി ചിന്തിച്ചെങ്കിൽ മാത്രമേ ഒരുമിച്ച് നടക്കാൻ കഴിയത്തുള്ളൂ. What does it mean? അതിന്റെ അർത്ഥം എന്താണ്? It means two can walk together when they have a clear direction, a clear purpose, and a share values. രണ്ടുപേരും ഒരു മനപ്പെട്ട് ചിന്തിക്കുന്നുവെങ്കിൽ, ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു മനസ്സോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ മാത്രമേ ഒന്നിച്ച് നടക്കുവാൻ കഴിയത്തുള്ളൂ. Most of the family at this age, at this time, they have no direction. കൂടുതലും കുടുംബങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥയാണ്. They have no purpose. അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. There is no value. അതുകൊണ്ട് ഒരു വിലയില്ലാത്ത കുടുംബം. Because everyone has polluted by the things of this world. ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളാൽ അവരൊക്കെ മലിനപ്പെട്ടിരിക്കുന്നു. I used to meet with many Christians. ഞാൻ പല ക്രിസ്തീയ കൂട്ടായ്മകളിലും കടന്നു പോകാറുണ്ട്. They used to say this word. അവര് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, my son എൻ്റെ മകൻ married with that girl. എൻ്റെ മകന് കുട്ടിയെ വിവാഹം കഴിച്ചു. And the first question they will ask, ആദ്യത്തെ ചോദ്യം അവർ ചോദിക്കുന്നത്, what they are doing. അവരെന്താണ് ചെയ്യുന്നത്? Then he said, oh, they are doctor. അവർ പറയും, വളരെ ഗർവത്തോടു കൂടി പറയും, അവര് ഡോക്ടേഴ്സ് ആണ്. Immediately they say, oh, you are lucky. അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ അവർ പറയും, നീ വളരെ They അനുഗ്രഹിക്കപ്പെട്ടവനാണ്. think the marriage became a blessed marriage or a peaceful marriage by having position, name, fame, finances, and all those stuff. അവരുടെ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനുള്ള കാരണം അവർക്ക് നല്ല പൊസിഷൻ ഉണ്ടായതുകൊണ്ടാണ്, പേരുണ്ടായതുകൊണ്ടാണ്, സാമ്പത്തികം ഉണ്ടായതുകൊണ്ടാണ്. So many Christians has a wrong perception about പല marriage. ക്രിസ്ത്യാനികൾക്കും ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയുണ്ട്. In fact, they must ask if they are in Christ. പക്ഷേ അവര് ചോദിക്കേണ്ട ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയാണോ? In fact, they must ask, they have accepted Christ. ആദ്യമായിട്ട് ചോദിക്കേണ്ടത് രക്ഷിക്കപ്പെട്ടതാണോ എന്നാണ്. She is born again. അത് രക്ഷിക്കപ്പെട്ടതാണോ? He is born again. അവൾ രക്ഷിക്കപ്പെട്ടതാണോ? അവൻ Did രക്ഷിക്കപ്പെട്ടതാണോ? he speak in tongues? അവന് അന്യഭാഷയിൽ Did he സംസാരിക്കാൻ baptize in the Holy Spirit? പരിശുദ്ധാത്മ അഭിഷേകം And if they say yes, അവർ പറഞ്ഞാൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ that is the
first and foremost. അതാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. When God is in your boat, He will calm all the storm. നിങ്ങളുടെ ബോട്ടിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാ കാറ്റിനെയും കോളിനെയും അവന് ശാസിച്ചമർത്തുവാൻ കഴിയും. When Jesus is in the middle of the marriage, He will control everything. ആ ഒരു വിവാഹത്തിനകത്ത് യേശുക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും അവന് ദൂരീകരിക്കും. The Bible says, ദൈവവചനം പറയുന്നു, one roof it can be broken. ആ ഒരു മേൽക്കൂരയെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. Two roof it can be broken. രണ്ട് മേൽക്കൂരകളെ നശിപ്പിച്ചു കളയാൻ But കഴിയും. third roof മൂന്നാമത്തെ കൂര it cannot be broken. അത് നശിപ്പിക്കുവാൻ കഴിയത്തില്ല. Hallelujah. ഹല്ലേലൂയ. Me ഞാൻ and my wife, എന്റെ ഭാര്യ it can be attacked by the devil അതിനെ പിശാചിനെ അറ്റാക്ക് ചെയ്യുവാൻ കഴിയും. easily. അതിനെ തീർച്ചയായിട്ടും അതിനെ നശിപ്പിക്കുവാൻ But കഴിയും. when Jesus is in my marriage, എന്റെ വിവാഹത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ no one can break my അതിനെ marriage. നശിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. Hallelujah. ഹല്ലേലൂയ. Jesus is my number one. യേശുക്രിസ്തു എന്റെ ഒന്നാമതായിരിക്കുന്നു. Thank you, Jesus. ദൈവമേ നിനക്ക് നന്ദി. We married in 1994. ഞങ്ങളുടെ വിവാഹം 11 March. 1994 11 March. And 1994 now മാർച്ച്. more than 30 years. 30 വർഷത്തിന് മുൻപാകെ But I never regret even one time. ഒരിക്കൽ പോലും അത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. There are two things that I never regret in my life. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഒരിക്കലും തെറ്റായി പോയെന്ന് Number തോന്നാത്തത്. one, because I committed my life in the kingdom of God. ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി എന്റെ ജീവിതത്തെ സമർപ്പിച്ചത്. Number two, because God gave my wife to me. രണ്ടാമതായിട്ട് എനിക്ക് എന്റെ ഭാര്യയെ തന്നത്. And together we stand in the same direction, same purpose of life, and share values in our life. ഞങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് ഒരേ കാര്യത്തിന് വേണ്ടി നടക്കുന്നു. Hallelujah. ഹല്ലേലൂയ. She is a good woman. ഒരു നല്ല സഹോദരിയാണ്. She is my wife. അതൊരു എന്റെ ഭാര്യ. She is my friend. എന്റെ She is കൂട്ടുകാരിയാണ്. a good mother. ഒരു നല്ല അമ്മയാണ്. And she is a co-worker in God's kingdom. എന്നോട് ചേർന്ന ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവളാണ്. We walk together. ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. She never failed to pray every morning, call the children, and everyone come and read the word of God and pray. ഒരിക്കൽ പോലും അവൾ തോറ്റിട്ടില്ല. രാവിലെ കുട്ടികളോടൊപ്പം ചേർന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും. We never sleep in the night without reading the Bible and call on the Father. ദൈവവചനം വായിക്കാതെ ഒരിക്കൽ പോലും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. She has many work to do. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുള്ളവളാണ്. She is a professor in the college. ഒരു കോളേജിലെ പഠിപ്പിക്കുന്നവളാണ്. She is a Bible teacher in the church. ചർച്ചിലെ ദൈവവചനം പഠിപ്പിക്കുന്നവളാണ്. She is looking after the church in city. ആ ചർച്ച് സിറ്റിയിലുള്ള ചർച്ചിനെ നോക്കി നടത്തുന്നവളാണ്. Many work in the church. പല കാര്യങ്ങളെ ചർച്ചിന്റെ കാര്യങ്ങൾ One of the administrator. അതിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കുകയും And നടത്തുകയും dealing with her family. ഞങ്ങളുടെ കുടുംബകാര്യങ്ങളെ And so many things. പല കാര്യങ്ങൾ ചെയ്യുന്നു. But she never failed to pray ഒരിക്കലും പ്രാർത്ഥനയിൽ പിന്നോട്ട് with പോയിട്ടില്ല. the family. കുടുംബമായി പ്രാർത്ഥിക്കുന്നു. Sometimes, frankly, I say I miss. പലപ്പോഴും എനിക്ക് വ്യക്തമായി പറയുവാൻ കഴിയും എനിക്ക് അതിന് സാധിച്ചിട്ടില്ല. But she never missed. പക്ഷെ ഒരിക്കലും എന്റെ ഭാര്യ അങ്ങനെ ചെയ്തിട്ടില്ല. And that is the thing we experience. We are what we are because of Jesus. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. ഇതിന് കാരണം യേശുക്രിസ്തുവാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. We saw the house, the family of Noah. നോഹയുടെ കുടുംബത്തെ പറ്റി നാം ദൈവവചനത്തിൽ Of കാണുന്നു. course, the whole world did not believe in Noah preaching, ലോകത്തിലുള്ള ജനതകളൊന്നും നോഹയുടെ പ്രസംഗത്തെ കൈക്കൊണ്ടില്ല. but his family believed. പക്ഷേ അവന്റെ കുടുംബം അവനോട് കൂടെ നിന്നു. Thank God. His wife believed. അവന്റെ ഭാര്യ അവനിൽ വിശ്വസിച്ചു. His sons believed. അവന്റെ മക്കള് വിശ്വസിച്ചു. His daughter-in-law believed. അവന്റെ മരുമക്കൾ വിശ്വസിച്ചു. What a successful man like Noah. നോഹയെ പോലെ വിജയശ്രീലാളിതനായ ഒരു മനുഷ്യനുണ്ടോ? But look to Lot. പക്ഷേ ലോത്തിനെ നോക്കൂ. Lot, he has 2 virgin daughters. അവന്റെ 2 കന്യകമാരായ And his wife. അവന്റെ ഭാര്യ ഉണ്ടായിരുന്നു. When the angel asked him to leave Sodom and Gomorrah, അവന്റെ സോദോമും ഗോമോറയും വിട്ട് ഓടിപ്പോകുവാൻ he ദൈവം went to his married daughter. അവന്റെ മരുമക്കളുടെ അടുക്കലേക്ക് കടന്നു He പോയി. asked them, he asked his son-in-law and daughter to come and follow him and leave Sodom and Gomorrah.
Samara? അവന്റെ മക്കളോടുകൂടെ ഈ മരുമക്കളും വരുവാൻ അവൻ ആവശ്യപ്പെട്ടു. They did not pay attention. അവൻ തമാശ പറയുകയാണെന്ന് ചിന്തിച്ചു. To their ears, it seems like a joke. അപ്പൊ അവര് ചിന്തിച്ചത് തമാശയാണെന്ന്. They never accept Lot. അവര് ലോത്തിനെ അംഗീകരിച്ചില്ല. But hardly he lived only with 2 virgin daughters and 1 wife. അവന്റെ ഭാര്യയോടും മക്കളോടും കൂടെ അവൻ യാത്ര ചെയ്തു. But even his wife did not follow till the end. She പക്ഷേ turned. അവന്റെ ഭാര്യ പോലും അവനോട് ഒപ്പം ഉണ്ടായിരുന്നില്ല. അവളും തിരിഞ്ഞു നോക്കുവാനിടയായി. What a miserable family. എങ്ങനെ എത്രമാത്രം നശിക്കപ്പെട്ട ഒരു കുടുംബം. We have to see and check and look in the mirror of the word of God how to dress our family and beautify our family. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി എന്തൊക്കെ ചെയ്യണമോ അത് നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. The last but not the least, അവസാനമായിട്ട് family must be good example to the church and society. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവര് സഭയ്ക്കും സമൂഹത്തിനും ഒരു നല്ല എക്സാമ്പിൾ കാണിക്കുന്നവരായിരിക്കണം. I have mentioned earlier, ഞാൻ മുന്നേ പറഞ്ഞു, many men and women of God, they have no reputation in the marriage life, അവരുടെ കുടുംബ ജീവിതത്തിൽ പേരോ പെരുമയോ ഇല്ലാത്ത ജീവിതമാണ് അവർ in നയിക്കുന്നത്. the family. അവരുടെ കുടുംബം അതിലെ പേരില്ലാത്ത So കുടുംബം. let's learn through these mistakes ഈ അവരുടെ തെറ്റുകളെ കണ്ട് നമുക്ക് ചില കാര്യങ്ങളെ and പഠിക്കാം. let's take seriously അവരുടെ മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം നമുക്ക് ചിന്തിക്കാം. and start to reform your family in the way of God. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ രൂപാന്തരപ്പെടുത്താം. We saw in the Bible നാം ദൈവവചനത്തിൽ കണ്ടു one of the qualification of the church leaders, ഒരു സഭാ നേതാവിന്റെ ഗുണം എന്താണെന്ന്. marriage. അവന് വിവാഹം 2, good reputation. നല്ല പേരുണ്ടായിരിക്കണം. 3, good character. അവന് നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. These are the 3 main characteristics in the leadership. ഒരു നേതാവാകണമെങ്കിൽ സഭയുടെ നേതൃത്വത്തിൽ വരണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ A ഉണ്ടായിരിക്കണം. man who has no good marriage according to the word of God, he cannot be a leader in the church. ദൈവവചനാധിഷ്ഠിതമായ ഒരു കുടുംബമില്ല എങ്കിൽ അവനെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുവാൻ കഴിയത്തില്ല. A man or woman who does not have a good character, they are not fit, they are not qualified to be a leaders in the നല്ല church. സ്വഭാവമില്ലാത്തവർക്ക് സഭാ നേതൃത്വത്തിലേക്ക് വരുവാൻ കഴിയത്തില്ല. And if they have no good reputation from outside, he cannot be a leader in the church. മറ്റുള്ളവരിൽ നിന്നും നല്ല അഭിപ്രായം കേൾക്കാത്തവന് ദൈവസഭയുടെ നേതാവാകുവാൻ കഴിയത്തില്ല. So let's strive toward the mark. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് പോകുവാനായിട്ട് പ്രയത്നിക്കാം. Matthew chapter 5 verse 14 to 16. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 16 Jesus വരെ. said, "You are the light of the world." യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Our family must be like a lighthouse. നമ്മുടെ കുടുംബം ലോകത്തിന് വെളിച്ചം കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് പോലെ ആയിരിക്കണം. We can live holy alone. നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ വിശുദ്ധ ജീവിതം നയിക്കാൻ But what കഴിയില്ല. about my wife and my husband? പക്ഷേ എന്താണ് നമ്മുടെ ഭാര്യയെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരെ I പറ്റി can go to പറയുവാനുള്ളത്? church alone. നമുക്ക് ഒറ്റയ്ക്ക് ചർച്ചിൽ പോകാം. But what about my half life at home? എന്റെ ജീവിത പങ്കാളിയെ പറ്റി പറയുമ്പോൾ എന്താണ്? Where are my family? എവിടെയാണ് എന്റെ കുടുംബം? One day when you reach in heaven, നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ you will ask, "Where is my family?" അവിടെ ഒരു ചോദ്യം ഉണ്ടാക്കി, എവിടെ നിന്റെ കുടുംബം? Make sure that angel will introduce you one by one that you will be in heaven. നിങ്ങൾ അതിനെ ഒരു ഉത്തരം കണ്ടെത്തുക. അവിടുത്തെ സ്വർഗദൂതന്മാരെ ഇത് ഇന്നാരാകുന്നു, ഇന്നാരുടെ ഭാര്യയാകുന്നു, മക്കളാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ. In this world you live happily with your family, enjoy eating, sleeping and talking and worshiping God, and make sure when you will be in heaven, the angel will say all your family's member is here in heaven. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര് കുഞ്ഞുങ്ങളോടൊപ്പം തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ മെമ്പേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് എന്നതിൽ സന്തോഷിപ്പാനിടയായി. Hallelujah. ഹല്ലേലൂയ. When the world was flood, ലോകം വെള്ളപ്പൊക്കത്താൽ നിറഞ്ഞപ്പോൾ but Noah's family is in the boat. നോഹയുടെ കുടുംബം ബോട്ടിനകത്തുണ്ടായിരുന്നു. The world is flooding now. ഈ ലോകം മുഴുവൻ ഇപ്പോൾ വെള്ളപ്പൊക്കത്തിലാണ്. Many families broken like anything. പല കുടുംബങ്ങളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. But let your family be in the boat. പക്ഷേ നിങ്ങളുടെ കുടുംബം ഈ ബോട്ടിനകത്തായിരിക്കട്ടെ. You will not sink in the boat
in the flood of this world. ഈ ലോകത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ നിങ്ങളുടെ കുടുംബം നശിച്ചു പോകാതിരിക്കട്ടെ. You will stand firm in faith. നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ചവരായി നേരെ നിൽക്കട്ടെ. And you will testify Christ till the end of your life. നിങ്ങളുടെ ജീവിതാവസാനം വരെ കർത്താവിനെ സാക്ഷീകരിക്കാൻ കാരണം. Hallelujah. ഹല്ലേലൂയ. And all your family members will be in heaven. നിങ്ങളുടെ കുടുംബ അംഗങ്ങളൊക്കെയും സ്വർഗ്ഗത്തിൽ ഉണ്ടാകട്ടെ. You will see that they were there. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ കുടുംബ അംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കട്ടെ. If they have gone ahead of you, they will waiting for you. നിങ്ങൾക്ക് മുമ്പാകെ അവരവിടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. And when you will be there, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ the angel will tell you that they are your family members. ദൈവത്തിന്റെ ദൂതന്മാർ പറയും നിന്റെ കുടുംബാംഗങ്ങളൊക്കെയും ഇവിടെയുണ്ട്. Because when you reach in heaven, നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ the blind will see, the lame will walk, and the old will become young, and the child will become young forever, and it will be different. The angel will introduce you. അന്ധന്മാർ കാണുകയും മുടന്തന്മാർ നടക്കുകയും വയസ്സായവർ യൗവനക്കാരെ പോലെ ആവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. And you will enjoy in heaven forever. പക്ഷേ അവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനിടയായി. So before you reach heaven, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നതിന് മുൻപ് bring your husband to the church, bring your wife to the church, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഒക്കെ bring your children to the church. അവരുടെ കുഞ്ഞുങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് Make sure that all your family member in the church, നിങ്ങളുടെ ബന്ധുക്കളൊക്കെയും ഈ ചർച്ചിനകത്ത് because the church is the way to heaven. ഈ സഭയാണ് സ്വർഗ്ഗത്തിന്റെ വഴി. Why we are coming to the church? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് We സഭയിലേക്ക് are coming to prepare our way to heaven. നാം ആ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഒരുക്കുവാനായിട്ട് കടന്നു വരുന്നു. Hallelujah. ഹല്ലേലൂയ. May God bless you. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ My അനുഗ്രഹിക്കട്ടെ. time is up. എന്റെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. We'll meet you again tomorrow. നാളെ വീണ്ടും നമുക്ക് കാണാം. But I want you to be in the spirit for a moment. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. The Holy Spirit tells me പരിശുദ്ധാത്മാവിനോട് പറയുന്നു that some of you need to be prayed for your ചിലർക്ക് family. പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ You ആവശ്യമുള്ളവരുണ്ട്. really struggle a lot. നിങ്ങൾ വളരെയധികം ശക്തന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. Most of the time you want to go in the side of Jesus, but sometimes the gravity of the world is pulling down to another direction. കർത്താവിനോട് കൂടെ നടക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെതായ പവർ നിങ്ങളെ വലിച്ചു മാറ്റുന്നു. So many things happen in your family. നിങ്ങളുടെ കുടുംബത്തിൽ പല കാര്യങ്ങളും നടക്കുന്നു. It's hard to adjust. It's hard to stand strong. അത് ശക്തമായി നിൽക്കുവാൻ കഴിയാതെ വണ്ണം വളരെ ശക്തമായി മുമ്പോട്ട് പോകുവാൻ കഴിയാതെ വണ്ണമുള്ള ജീവിതങ്ങൾ നിങ്ങൾക്കുണ്ട്. So you need to restore, to renovate, and to get in the line of the Holy Spirit with all your family. പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. This is the day ഇന്നാണ് അതിന്റെ സമയം. that the Lord brought you here in this church. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്. That God put in my heart എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് to തന്നിരിക്കുന്നു. speak about this ഇതിനെപ്പറ്റി message. സംസാരിക്കുവാനായിട്ടാണ് Because എന്റെ ആത്മാവിനോട് പറഞ്ഞത്. because Jesus wants you to have a healthy family. ദൈവത്തെ ശക്തമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. Healthy relationship. നല്ല ശക്തമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുവാൻ ദൈവം Good ആഗ്രഹിക്കുന്നു. love with submission. വളരെ കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും വളരെ സ്നേഹത്തോടു കൂടിയുള്ള ജീവിതം. Love with respect. പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള കുടുംബ ജീവിതം. Love with joy. സ്നേഹത്തോടു കൂടിയുള്ള സന്തോഷം. Walking together ഒന്നിച്ച് നടക്കുന്ന അനുഭവം. in the same direction of the word ഒരേ of God. ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. Serving the Lord. ദൈവത്തെ ഒരുമിച്ച് സേവിക്കുവാൻ. Blessed be the name of the Lord. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. Let's rise up on our feet. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. We need the Holy Spirit to restore our family. നമ്മുടെ കുടുംബത്തെ പുതുക്കി പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Yondri ba kalaraba Hallelujah. shondro. Praise the Lord Jesus. Yondri ba kalaraba Glory soto to God, koloro Jesus. shondra ba ba Hallelujah. ba. Blessed be the name of the Lord. Blessed be the name of the Lord. Blessed be the name of the Lord. Hallelujah. If you have desire to pray for, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ that you really need God to put in order
നിങ്ങളുടെ in your family. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ദൈവവചനത്തിന് അധിഷ്ഠിതമായ ഓർഡറിലാക്കണമെന്ന് I'm ആഗ്രഹിക്കുന്നു. here as a servant of God ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ to speak the word of blessing for your family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹത്തിന്റെ വാക്കുകളെ I'm പറയാൻ here as a servant of God ദൈവത്തിന്റെ ദാസൻ എന്ന to നിലയിൽ speak the word of the Almighty God. ദൈവത്തിന്റെ ശക്തനായ ദൈവത്തിന്റെ And വചനം പറയുക. God will respect His words in doing good things to your family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്റെ വാക്കുകളെ റെസ്പെക്ട് ചെയ്ത് ദൈവം പ്രവർത്തിപ്പാനിടയായി. Blessed be the name of the Lord. ഹല്ലേലൂയ. Blessed be the name of the Lord. ആമേൻ. ഹല്ലേലൂയ. Let's connect our hearts with Jesus. നാം യേശുവിനോട് കൂടി നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കാം. Say, Lord, I cannot live without you. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ I കഴിയില്ല. cannot put in order my family without you. എന്റെ കുടുംബത്തിന് നിന്നെ കൂടാതെ ജീവിക്കാൻ കഴിയത്തില്ല കർത്താവേ. I cannot make them understand without you. നിന്നെ കൂടാതെ എനിക്ക് എന്റെ കുടുംബത്തെ മനസ്സിലാക്കിക്കുവാൻ And കഴിയത്തില്ല. I need an urgent need from you to intervene my family. എന്റെ കുടുംബ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. Blessed be the name of the Lord. ഹല്ലേലൂയ. Blessed be the name of the Lord. Ruma sata kalara baba. Yunduru suturu baba baba baba. Speak to God. Speak to God. Tell ദൈവത്തോട് to God. സംസാരിക്കാം. ദൈവത്തോട് Speak to സംസാരിക്കാം. God. Speak to God. Yunduru basata kalara bashandere bosoto. Rabba sata kalara. പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാൻ ദൈവമേ, ഈ നല്ല സമയത്തിനായി വീണ്ടും അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലവും ഈ രാത്രികാലവും കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, നിന്റെ വിശുദ്ധാലോചനകളെ പ്രാപിപ്പാനൊക്കെ അവിടുന്ന് അടിയങ്ങൾക്ക് കൃപ നൽകിയല്ലോ. കർത്താവെ, അടിയങ്ങൾ കേട്ട വചനപ്രകാരം ജീവിപ്പാൻ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകുമാറാകണം. അടിയങ്ങളുടെ കുടുംബ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണം. കർത്താവെ, ഭിന്നിച്ചു പോകുന്ന ഒരു കുടുംബജീവിതമല്ല കർത്താവെ, നിനക്ക് വേണ്ടി യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു കുടുംബമായി തീരുവാൻ, കർത്താവ് നിനക്ക് വേണ്ടി ഓടുവാൻ, അധ്വാനിപ്പാൻ, അനേകരെ നിനക്ക് വേണ്ടി നേടുവാൻ അടിയങ്ങളുടെ കുടുംബത്തിലൂടെ നീ പ്രവർത്തിക്കുമാറാകണം. കർത്താവ്, നിന്റെ വചനത്തെ അനുസരിപ്പാനുള്ള ദൈവകൃപയടികൾക്ക് തരുമാറാകണം. നിന്റെ പരിശുദ്ധാത്മാവടികളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമാറാകണം. കർത്താവെ, ഈ സഭയെ മുറ്റുമായും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, നാളെ പകൽക്കാലം നടക്കുന്ന വിശുദ്ധ ആരാധനയെ അനുഗ്രഹിക്കണം. നിന്റെ ദാസനിലൂടെ വീണ്ടും ദൈവവചനത്തെ കേൾക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ട് അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കുമാറാകണം. കർത്താവെ, തിരുനാമം മഹത്വം എടുക്കട്ടെ. ഇപ്പോഴടിയങ്ങൾ പിരിഞ്ഞു പോകുന്ന പിരിയാത്ത സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരുന്നാട്ടെ. അടിയങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ സമാധാനം നമ്മെ ഇവിടെ എപ്പോഴും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗം കാവലും നാം എല്ലാവരും കൂടെയും ഭൂമിയിലേക്ക് ചിന്തിച്ച പാർത്ത സകല വിശുദ്ധന്മാരോടും നാം പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളോടും കൂടി ഇന്ന് വലന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രി നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സുമേരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 9:30 മണിക്ക് മീറ്റിംഗ്, 8 മണിക്ക് തെലുങ്ക് മലയാളം എല്ലാ സർവീസുകളും ഉണ്ടായിരിക്കും. ദൈവരാസ നാളെ നമ്മുടെ പോകേണ്ട എല്ലാവരും പ്രാർത്ഥനയോട് കടന്നു വരിക. ദൈവസഹായം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ബൈ ബൈ.